നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഈ രണ്ടാം ശനിയാഴ്ച നിങ്ങളോടൊരുമിച്ച് ആശ്രമത്തിൽ വന്ന് ദൈവവചനം പങ്കുവയ്ക്കാനും നിങ്ങളോടൊരുമിച്ച് ദൈവത്തെ ആരാധിക്കാനും ഉള്ള ഒരവസരം എനിക്ക് ലഭിച്ചില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഓൺലൈനിൽ നിങ്ങളോട് സംസാരിക്കേണ്ടി വരുന്നത്. കഴിഞ്ഞ ആഴ്ച കന്യാകുമാരിയിൽ നടന്ന ഓണം വെക്കേഷൻ GMI റിട്രീറ്റിൽ ഞാൻ പങ്കെടുത്തു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടായ്മയായിരുന്നു. പ്രത്യേകിച്ച് ഏറിയ വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ GMIയുടെ മിഷണറിമാരിൽ കുറേ പേർ ആ പ്രോഗ്രാമിൽ പങ്കെടുത്തു. അപ്പോൾ അതിന് ഞാൻ 3 ദിവസത്തേക്ക് വരേണ്ടി വന്നു. അപ്പോൾ പിന്നെയും ഒരു പ്രാവശ്യം കൂടെ വരാൻ സാധിക്കാതെ ഇന്ന് വളരെ അടിയന്തരമായ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നത് കൊണ്ടാണ് എനിക്കിന്ന് സംബന്ധിക്കാനായിട്ട് സാധിക്കാതെ പോകുന്നത്. എന്നാൽ ഈ മാധ്യമത്തിലൂടെ നിങ്ങളോട് അഭിസംബോധന ചെയ്യാൻ കഴിഞ്ഞത് വളരെ വലിയൊരു അനുഗ്രഹമായി കാണുന്നു. വിവിധ ആവശ്യങ്ങളോടും പ്രയാസങ്ങളോടും ഭാരങ്ങളോടും ഈ ലോകത്തിൽ നമ്മൾ പലവിധമായ വെല്ലുവിളികളെ നേരിടുന്ന ഈ കാലഘട്ടത്തിൽ അല്പസമയം ഒന്ന് മാറിയിരുന്ന് ശാന്തമായി ദൈവത്തിൻ്റെ വചനം ചിന്തിക്കാനും പ്രാർത്ഥിക്കാനും ആധ്യാത്മിക കാര്യങ്ങൾ ചർച്ച ചെയ്യാനും പ്രത്യേകിച്ച് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാനും ഒക്കെ നമ്മളിങ്ങനെ ഇവിടെ കൂടി വരികയാണ്. ഇന്ന് വന്നിരിക്കുന്ന എല്ലാവരെയും വളരെ സന്തോഷത്തോടെ താഴ്മയോടെ ഒരിക്കൽ കൂടെ ഞാൻ സ്നേഹവന്ദനം ചെയ്യുകയും സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇന്ന് ആദ്യമായിട്ടാണ് ഈ ആശ്രമത്തിലേക്ക് വരുന്നത് എന്നുള്ളവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കാനും ആഗ്രഹിക്കുന്നു. ആകസ്മികമായിട്ടാണ് നിങ്ങളിവിടെ വന്നതെന്ന് ഞാൻ കരുതുന്നില്ല. ആരെങ്കിലും പറഞ്ഞറിഞ്ഞതോ അല്ലെങ്കിൽ ഈ ആശ്രമത്തെക്കുറിച്ച് കേട്ടറിഞ്ഞതോ ഒക്കെ ആയിരിക്കാം. പക്ഷേ കഴിഞ്ഞ 32 വർഷങ്ങളായി 32 വർഷത്തിലധികമായി ഈ ആശ്രമം ഇവിടെ നിലനിൽക്കുന്നു. ലോകത്തിൻ്റെ പല ഭാഗത്തുനിന്നും ആൾക്കാരിവിടെ വരുന്നു, ദൈവവചനം കേൾക്കുന്നു, കേട്ട് അനുഗ്രഹം പ്രാപിക്കുന്നു, സൗഖ്യം പ്രാപിക്കുന്നു. അതവർക്കൊരു അനുഗ്രഹമായി തീരും. ഞാനിവിടെ പ്രസംഗിക്കുമ്പോൾ എനിക്കും ഈ കൂട്ടായ്മ ഒരു അനുഗ്രഹം തരുന്നു. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഇന്ന് ആദ്യമായിട്ടാണ് ഈ ആശ്രമത്തിൽ ആരാധനയ്ക്കായി വരുന്നത് എന്നുള്ള സഹോദരി സഹോദരന്മാരെ പ്രത്യേകിച്ച് വളരെ സന്തോഷത്തോടെ ഒരിക്കൽ കൂടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അങ്ങനെയുള്ള എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടെ പറയട്ടെ, നിങ്ങൾ വന്നത് ആകസ്മികമല്ല. ഞാൻ വിശ്വസിക്കുന്നത് അതിൻ്റെ പിന്നിലും ഒരു ദൈവ ഉദ്ദേശമുണ്ട് എന്നാണ്. ദൈവത്തിൻ്റെ ആത്മാവാണ് നിങ്ങളെ ഇവിടെ സ്ഥലത്തേക്ക് കൊണ്ടുവന്നത് എന്ന് ഞാൻ കരുതുന്നു. അല്പസമയം നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾക്ക് ഈ വചനം കേൾക്കാനും അനുഗ്രഹം പ്രാപിക്കാനും ഒക്കെ ഇടയാകും. തീർച്ചയായിട്ടും ഇതൊരു അനുഗ്രഹത്തിന് കാരണമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ ഇന്നത്തെ ഈ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം എന്ന് ഞാൻ കരുതുകയാണ്. ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് 1-2 കാര്യങ്ങളെ പറയുകയാണ്. കഴിഞ്ഞ മാസം ഓഗസ്റ്റ് 15-ാം തീയതി നമുക്കിവിടെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രോഗ്രാം നടത്തി. ഓഗസ്റ്റ് 15 ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനമാണല്ലോ. അന്ന് നമ്മൾ GMI ആയിട്ട് ഈ ആശ്രമം മുതൽ കാട്ടാക്കട മുതൽ തിരുവനന്തപുരത്തുള്ള ബേത്തേശ്വ ആശ്രമം വരെ നടന്ന് ഒരു പ്രാർത്ഥനാ പദയാത്ര നടത്തുകയുണ്ടായി. എന്തിനായിരുന്നു ഈ പദയാത്ര എന്ന് ചോദിച്ചാൽ, നമ്മൾ പറഞ്ഞിരുന്നു മയക്കുമരുന്നിൻ്റെ ദുരുപയോഗത്തിനെതിരെയുള്ള ഒരു പ്രാർത്ഥനാ പദയാത്രയായിരുന്നു. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും മറ്റു പല ജീവകാരുണ്യ പ്രവർത്തന സംഘടനകളുമൊക്കെ ഒരുപാട് കാര്യങ്ങൾ അതിനുവേണ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പ്രവർത്തനങ്ങൾക്ക് നമ്മൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ക്രിസ്തുകൃപ ആശ്രമത്തിൻ്റെ നേതൃത്വത്തിൽ 20 കിലോമീറ്റർ നടന്ന് നമ്മളൊരു പദയാത്ര നടത്തുകയും ചില സ്ഥലങ്ങളിൽ ലഘുനാടകങ്ങൾ അല്ലെങ്കിൽ സ്കിറ്റുകൾ അവതരിപ്പിക്കുകയും ചെയ്യുകയും നമ്മുടെ ക്രിസ്തുകൃപ ആശ്രമത്തിലെ പ്രിയ സഹോദരങ്ങൾ
ചെറിയ ചെറിയ സന്ദേശങ്ങൾ നൽകുകയും ഒക്കെ ചെയ്തു. അതിൻ്റെ നേതൃത്വം കൊടുത്തത് ആ പദയാത്രയുടെ ജനറൽ കൺവീനറായിരുന്ന ശ്രീ അഭിലാഷ് ജോർജ് ആയിരുന്നു. അദ്ദേഹത്തോടൊപ്പം നല്ലൊരു ടീം സഹോദരങ്ങൾ അതിനു വേണ്ടി അധ്വാനിച്ച് പ്രവർത്തിച്ചു. അത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പദയാത്രയായിരുന്നു. ഞാനും ഈ കാട്ടാക്കട ക്രിസ്തുകൃപ ആശ്രമം മുതൽ ബേത്തേശ്വർ ആശ്രമം വരെ അവരോടൊപ്പം 20 കിലോമീറ്റർ നടന്നു. അതൊരു വലിയ അനുഗ്രഹമായിരുന്നു. പഴയ നിയമത്തിൽ പറയുന്നത് പോലെ ഇസ്രായേൽ മക്കളുടെ കാൽ യോർദാൻ നദിയിൽ തൊട്ടപ്പോൾ, അവർ നടന്നപ്പോൾ യോർദാൻ നദി രണ്ടായി വിഭജിച്ചു. ഇസ്രായേൽ മക്കൾ നടന്നപ്പോൾ ചെങ്കടൽ രണ്ടായി വിഭജിച്ചു. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നീ നടക്കുക, ആ സ്ഥലം, നിന്റെ ഉള്ളങ്കാൽ വയ്ക്കുന്ന സ്ഥലം ഞാൻ നിനക്ക് അവകാശമായി തരും. യോശുവയോടും പറഞ്ഞു. കർത്താവായ യേശുവും ശിഷ്യന്മാരും നടന്നു. ആ സമ്മേളനത്തിൻ്റെ അവസാനം ഞങ്ങൾ ബേത്തേശ്വർ ആശ്രമത്തിൽ സമാപിക്കുമ്പോൾ നമ്മുടെ ഇവിടുത്തെ ബഹുമാനപ്പെട്ട MLA അഡ്വക്കേറ്റ് ജി സ്റ്റീഫൻ അവറുകൾ വന്നിരുന്നു. അദ്ദേഹം പറഞ്ഞു, നടക്കുന്നതിനൊരു ശക്തിയുണ്ട്, അതിൻ്റെ പിന്നിൽ ഒരു ആത്മശക്തിയുണ്ട്. അദ്ദേഹം പറഞ്ഞത് മഹാത്മാഗാന്ധി നടന്നു സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട്. ഏതെങ്കിലും വാഹനത്തിൽ യാത്ര ചെയ്താലും മതി, പക്ഷെ അതല്ല, അദ്ദേഹം നടന്നു. വലിയൊരു ജനസമൂഹവുമായിട്ട് ദണ്ഡി യാത്രയിലൊക്കെ നടന്നുള്ള വലിയ പ്രകടനങ്ങൾ നമ്മൾ ചരിത്രത്തിലൊക്കെ വായിച്ചിട്ടുള്ളതാണ്. വേദപുസ്തകത്തിലും നടന്നുള്ള യാത്രകൾക്ക് വലിയ ശക്തിയുണ്ട്. അപ്പം അങ്ങനെ നമ്മളൊരു കൂട്ടം പേര് എൻ്റെ കൂടെ ഒപ്പം നടന്നത് എല്ലാം കൂടെ ചേർത്ത് ഞങ്ങൾ കണക്കാക്കിയപ്പോൾ 63ഓളം പേരന്ന് നടന്നു. അപ്പം അത് കഴിഞ്ഞ് പലരും എന്നെ വിളിച്ചു പറഞ്ഞു, അടുത്ത യാത്രയിൽ ഞങ്ങളും വരുന്നുണ്ട്, പദയാത്രയിൽ. ഞാൻ പറഞ്ഞു, നമുക്ക് ഇന്ത്യ മുഴുവൻ നടക്കുന്ന ഒരു പ്രോഗ്രാം വയ്ക്കണം. അപ്പോൾ പലരും എന്നോടൊന്ന് പറഞ്ഞു, അച്ഛൻ പറയണം, ഞാനും വരുന്നുണ്ട് എന്ന്. എന്തായാലും ചുരുക്കി പറഞ്ഞാൽ ആ പ്രോഗ്രാം അനുഗ്രഹമായിരുന്നു. അതിനുവേണ്ടി അധ്വാനിച്ചവർ, ചെലവിട്ടവർ, പ്രത്യേകിച്ച് കൂടെ നടന്നവർ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് കഴിഞ്ഞ് GMIയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാം നടന്നത് ഓണം വെക്കേഷൻ GMI റിട്രീറ്റാണ്. അതും ഈ മാസം, അതായത് കഴിഞ്ഞ ആഴ്ച 5, 6, 7 തീയതികളിൽ ഏറ്റവും അനുഗ്രഹമായി ദൈവം നടത്തി തന്നു. ആ പ്രോഗ്രാമിൽ ദൈവത്തിൻ്റെ കൃപ കൂടെ ഇരുന്നു. പ്രത്യേകിച്ച് നിനക്ക് ലഭിച്ച കൃപാവരം ജ്വലിപ്പിക്കുക എന്ന് അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിനോട് പറയുന്ന വചനമാണ് ആസ്പദമാക്കിയാണ് 3 ദിവസവും നമ്മൾ ധ്യാനിച്ചത്. വന്നുകൂടിയവർക്ക് അത് അനുഗ്രഹമായി എന്ന് ഞാൻ തീർച്ചയായും കരുതുന്നു. പല സ്ഥലത്ത് നിന്ന്, നേപ്പാളിൽ നിന്ന്, വെസ്റ്റ് ബംഗാളിൽ നിന്ന്, ഡാർജിലിംഗിൽ നിന്ന്, മഹാരാഷ്ട്രയിൽ നിന്ന്, ഉത്തർപ്രദേശിൽ നിന്ന്, പിന്നെ പല സ്ഥലത്തു നിന്നും, ആന്ധ്രാപ്രദേശിൽ നിന്ന്, തമിഴ്നാട്ടിൽ നിന്ന് ഒക്കെ ആൾക്കാർ, ഉത്തരാഖണ്ഡിൽ നിന്ന് ഒക്കെ വന്നിരുന്നു മിഷണറിമാർ. അത് അവർക്കും ഒരു അനുഗ്രഹമായി തീർന്നു എന്ന് ഞാൻ തീർച്ചയായിട്ടും കരുതുന്നു. ആ മിഷണറിമാരുടെ അനുഭവങ്ങൾ നമ്മുടെ ആൾക്കാർ കേട്ട് അവർക്കും അതൊരു ആശീർവാദമായി തീരുന്നു. നമുക്കും മിഷണറിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവർക്ക് വേണ്ടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലൂടെയും ദൈവനാമം മഹത്വപ്പെടട്ടെ. ശാരീരികമായ ചില ക്ലേശങ്ങളും പ്രയാസങ്ങളും എനിക്കും ഉണ്ടായിരുന്നെങ്കിലും ഞാനും അതിൽ ചില സെഷനിൽ പങ്കെടുത്ത് അവരോടൊപ്പം 3 ദിവസമായിരിക്കാൻ ദൈവം എനിക്കും കൃപ ചെയ്തു. അപ്പോൾ ഓണം വെക്കേഷൻ GMI റിട്രീറ്റ് ഈ വർഷവും നടന്നു. പലരും പങ്കെടുത്തു. വന്നു ചേർന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിച്ചു. അതിനുവേണ്ടി അധ്വാനിച്ചും പ്രവർത്തിച്ചതും വലിയൊരു ടീമാണ്, വലിയൊരു ടീം സഹോദരങ്ങൾ അതിനുവേണ്ടി പ്രവർത്തിച്ചു. ശ്രീ അഭിലാഷ് ജോർജിൻ്റെ നേതൃത്വത്തിൽ കൂടെ ചേർന്ന് പ്രവർത്തിച്ച എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ എഴുതിയ ചില പുതിയ പുസ്തകങ്ങൾ ISPCക്ക് ന്യൂഡൽഹി പ്രസിദ്ധീകരിക്കുകയുണ്ടായി. പ്രത്യേകിച്ച് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങൾ. എത്രയോ നാളായിട്ട് ആഗ്രഹിച്ച ഒരു കാര്യമാണ് യേശു ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങൾ, പല ഉപദേശങ്ങളുടെ ഒരു ഭാഷ്യം എഴുതണം എന്നത്. അതുകൊണ്ട് ദ കമൻട്രി ഓൺ ദ ടീച്ചിങ്സ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന പേരിൽ ആ പുസ്തകം തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ 3 വോളിയം ഇറങ്ങി, മൊത്തം 10 വോളിയമാണ്. 4ാമത്തെ വോളിയം അടുത്ത മാസം ദൈവം അനുവദിച്ചാൽ പ്രസിദ്ധീകരിക്കും. തുടർന്നുള്ള ബാക്കി 6 വോളിയങ്ങളും ഇറങ്ങണം എന്ന് വിചാരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദ ഗുരു കമൻറ്ററി ഓൺ ദ ടീച്ചിങ്സ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങൾക്ക് ഒരു ഭാഷ്യം. അതാണ് ആ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ മലയാളത്തിൽ പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ കോപ്പികൾ ആവശ്യമുള്ളവർക്ക് വാങ്ങാവുന്നതാണ്. യേശുവിൻ്റെ 200 ഉപദേശങ്ങളാണ് ആ പുസ്തകത്തിൻ്റെ വോളിയങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. നമ്മുടെ ഈ GMIയുടെ ചർച്ച് ഡെഡിക്കേഷൻസ്
പലയിടത്തും നടക്കുന്നുണ്ട്. ദൈവം എന്ന് വെച്ചാൽ ഈ മാസവും മഹാരാഷ്ട്രയിലെ വാട്സ എന്ന ഗ്രാമത്തിൽ നടക്കുന്ന ചർച്ച് ഡെഡിക്കേഷനെ കുറിച്ചുകൂടെ പറഞ്ഞു. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന അഭ്യർത്ഥിക്കുന്നു. അതിനുവേണ്ടി അധ്വാനിച്ച് പ്രവർത്തിച്ച എല്ലാവരെയും ചെലവിട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ മാസം ഞാൻ പ്രസംഗത്തിന് മുൻപ് അനൗൺസ് ചെയ്തപ്പോൾ കഴിഞ്ഞ 2 മാസമായിട്ട് ഞാൻ പറയുകയാണ്, ആരാരുമില്ലാത്ത, താമസിക്കാൻ സ്ഥലമില്ലാതെ, ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാതെ, അല്ലെങ്കിൽ നോക്കാൻ ആരുമില്ലാതെ, സംരക്ഷിക്കാൻ ആരുമില്ലാതിരിക്കുന്ന ആൾക്കാർ നമുക്കിവിടെ ആശ്രമത്തിൽ താമസിപ്പിക്കാം. അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ നമുക്കുണ്ട്, താമസിക്കാനുള്ള സൗകര്യം നമുക്കുണ്ട്. അപ്പോൾ അതിന് മാസം തോറുമുള്ള ചിലവാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. അപ്പോൾ അതിന് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നമുക്കൊരുമിച്ച് പ്രവർത്തിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ചില ആൾക്കാർ അതിനു വേണ്ടി മുമ്പിലേക്ക് വന്നു. അപ്പോൾ അന്നത്തെ സംസാരം കേട്ട ആവേശത്തോടെ വന്നാൽ പോരാ, അത് പിന്നെ സസ്റ്റെയിൻ ചെയ്യണം. കാരണം അത് മാസം തോറും അത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ കണക്ക് കൂട്ടി നോക്കിയപ്പോൾ നമുക്കിവിടെ താമസവും ഭക്ഷണമൊക്കെ നമുക്കിവിടെ നിന്ന് എങ്ങനെയെങ്കിലും നടക്കാം. താമസം നമുക്കിവിടെ സൗകര്യമുള്ളതുകൊണ്ട് കൊടുക്കാം. പിന്നെ ഭക്ഷണം എന്നത് ഇവിടെ നമ്മൾ ഇപ്പോൾ തന്നെ എല്ലാ ദിവസവും കാട്ടാക്കട ആശുപത്രിയിലുള്ള രോഗികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന നമ്മളാണ്. അതിനൂടെ കുറേയും കൂടെ ഭക്ഷണം ഉണ്ടാക്കിയാൽ മതി, അത് വലിയൊരു ഭാരമല്ല. പക്ഷേ അവരെ നോക്കുന്ന ആൾക്കാർക്ക് കൊടുക്കേണ്ട ശമ്പളം, അതാണ് വലിയൊരു ഭാരം. ഇപ്പോൾ ചെറിയ ശമ്പളമൊന്നും കൊടുത്താൽ ആരും വരത്തില്ല. അപ്പം അങ്ങനെ രോഗികളായിട്ടൊക്കെ കിടക്കുന്നവരെ നോക്കാൻ സ്പെഷ്യലി ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർ തന്നെ കിട്ടിയാലേ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഞാൻ കണക്കാക്കി നോക്കിയപ്പോൾ ഒരു 55,000 രൂപയോളം മാസം ചിലവാകും. അപ്പോൾ അതിനു വേണ്ടിയാണ് കഴിഞ്ഞ മാസം ഞാൻ അനൗൺസ് ചെയ്തത്. പലരും മുമ്പിലേക്ക് വന്നു, 2,000 രൂപ തരാം, 5,000 രൂപ തരാം, 1,500 രൂപ തരാം എന്നൊക്കെ പറഞ്ഞ് വന്നു. അപ്പം അതിന് വാത്സല്യ വീട് എന്നാണ് പേരിട്ടിരിക്കുന്നത്. ആ വാത്സല്യ വീടെന്ന ആ മിഷനിൽ ചേരാനായിട്ട്, അല്ലെങ്കിൽ ഇത്ര രൂപ നമുക്ക് മാസം തോറും തരാം, എളിയവരെ താമസിപ്പിക്കാൻ എന്ന് ഉള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ ബന്ധപ്പെടുക. കൂടെ ആശ്രമ ഓഫീസിൽ അറിയിച്ചാൽ മതി. എങ്ങനെയെങ്കിലും ബന്ധപ്പെടാൻ പല വഴികളുണ്ട്. നമുക്ക് ആശ്രമ ഓഫീസിൽ അറിയിക്കാം, കത്തയക്കാം, ഇവിടെയുള്ള സ്റ്റീവൻ സാറിനെ അറിയിക്കാം, സിബി അച്ഛനെ അറിയിക്കാം. ഏതെങ്കിലും വിധത്തിൽ അറിയിക്കുകയാണെങ്കിൽ നിങ്ങളെയും കൂടെ നമുക്കതിനകത്ത് ജോയിൻ ചെയ്യാൻ പറ്റും. അതുപോലെ ഇവിടെ താമസിക്കാനും ആരെങ്കിലും ഉണ്ടെന്നറിഞ്ഞാൽ, 1-2 പേരുടെയൊക്കെ പേര് അറിഞ്ഞാൽ അവരുടെ വിവരവും അറിയിക്കുക. അവരെ നമുക്കിവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കാവുന്നതാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. സെപ്റ്റംബർ 13 ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾക്കറിയാം, നമ്മുടെ ബെയ്ത്തേശ്വ ആശ്രമം തിരുവനന്തപുരത്ത് ആരംഭിച്ചിട്ട് 1 വർഷം തികയുന്ന ദിവസമാണ്. ഇന്ന് രാത്രിയും അവിടെ നമുക്ക് ആരാധനയുണ്ട്. എനിക്ക് സംബന്ധിക്കാൻ കഴിയില്ലെങ്കിലും അവിടുത്തെ ആരാധനയിലും ഇതുപോലൊരു സന്ദേശം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ 1 വർഷം ബെയ്ത്തേശ്വ ആശ്രമത്തെയും ദൈവം അനുഗ്രഹിച്ചു, നടത്തിക്കൊണ്ടുപോകാൻ ദൈവം കൃപ ചെയ്തു. ഏറിയ വർഷത്തെ പ്രാർത്ഥനയായിരുന്നു. തിരുവനന്തപുരം പട്ടണത്തിൽ സ്വന്തമായിട്ടൊരു സ്ഥലം വേണമെന്നുള്ളത്. ഒരു ഓഫീസിനാണ് സ്ഥലം പ്രതീക്ഷിച്ച് പ്രാർത്ഥിച്ചത്. പക്ഷെ നമുക്കൊരു ആരാധനയും കൂടെ നടത്താൻ ഒരു സ്പേസ് നമുക്ക് ലഭിച്ചിരിക്കുന്നു. അപ്പോൾ അത് ഇന്ന് 1 വർഷം തികയുകയാണ്. അതിൻ്റെ വാർഷികമായിട്ട് ബന്ധപ്പെട്ട് ചില പ്രോഗ്രാമുകൾ വൈകുന്നേരം ബെയ്ത്തേശ്വ ആശ്രമത്തിൽ നടക്കും. നിങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. GMAയുടെ കൂടെ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും തുടർന്നും പ്രാർത്ഥിക്കുക. അതിൽ പങ്കാളികളായിരിക്കുന്നു നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടെ വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ നന്ദി പറയുന്നു, പ്രാർത്ഥിക്കുന്നു. അത് മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയുന്നുള്ളൂ. എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇതിനു വേണ്ടി പങ്കാളികളാകുന്നവർ, ഇതിനു വേണ്ടി ചെലവിടുന്നവർ, ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരുപാട് അമ്മമാരുണ്ട്. ഹന്ന പ്രേയറിൽ ആ പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഞാനും പ്രാർത്ഥനയിൽ പങ്കുചേരുന്നു. അതുമാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, അത് ചെയ്യുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് കടക്കാം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്കായി ഞാൻ എടുത്തിരിക്കുന്നത് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 16 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണ്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 16 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. ഞാനത് വായിച്ചിട്ട് പ്രാർത്ഥിച്ച് നമുക്ക്
വചന ശുശ്രൂഷയിലേക്ക് കിടക്കാം. യേശു വളർന്ന നസറത്തിൽ വന്ന് ശബത്തിൽ തൻ്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്നു വായിക്കാൻ എഴുന്നേറ്റ് നിന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം യേശുവിന് കൊടുത്തു. യേശു പുസ്തകം വിടർത്തി, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിക്കാനും പീഡിതന്മാരെ വിടുവിച്ചയക്കാനും കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിക്കാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു. പിന്നെ യേശു പുസ്തകം മടക്കി ശുശ്രൂഷക്കാരന് തിരികെ കൊടുത്തിട്ട് ഇരുന്നു. പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണ് അവങ്കൽ പതിഞ്ഞിരുന്നു. യേശു അവരോട്, ഇന്ന് നിങ്ങൾ എൻ്റെ വചനം കേൾക്കയിൽ ഈ തിരുവഴുത്തിന് നിവർത്തി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങി. പ്രാർത്ഥിക്കാം. സ്നേഹവാനായ സ്വർഗീയ കർത്താവ് ദൈവമേ, ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഒരു രണ്ടാം ശനിയാഴ്ച കൂടെ അങ്ങയുടെ മക്കളെ ഈ ആശ്രമത്തിൽ കൂട്ടിച്ചേർത്ത മഹാകൃപയ്ക്കായി സ്തോത്രം. ഇന്ന് ഞങ്ങൾ കേൾക്കുന്ന ഈ സന്ദേശം നിമിത്തം ഇവിടെ ഇരിക്കുന്ന ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെടാൻ സഹായിക്കണമേ. ജീവിതങ്ങളുടെ മേൽ ദൈവകൃപ ഇറങ്ങണമേ. സൗഖ്യം നടക്കണമേ. അത്ഭുതങ്ങൾ നടക്കണമേ. മനസ്സിന് ആശ്വാസം ലഭിക്കണമേ. മനസ്സിൻ്റെ ഭാരങ്ങളും വേദനകളും ദൈവം മാറ്റിക്കൊടുക്കണമേ. അടിയൻ്റെ വായിലെ ഓരോ വാക്കുകളും ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തിലെ ചിന്തകളും അങ്ങയ്ക്ക് പ്രസാദമുള്ളതാക്കണമേ. ഇന്നത്തെ കൂട്ടായ്മ അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടായ്മയാക്കി മാറ്റണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ. നമ്മളിവിടെ വായിച്ചാൽ ലൂക്കോസ് വിശേഷം 4-ാം അധ്യായം 16 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രഖ്യാപിത നയം, നസറത്തിലെ പ്രകടന പത്രിക എന്നാണ് അറിയപ്പെടുന്നത്. നാസറത്ത് മാനിഫെസ്റ്റോ എന്നാണ് അറിയപ്പെടുന്നത്. യേശു തൻ്റെ പരസ്യമായ ജോലി, പരസ്യ ശുശ്രൂഷ തുടങ്ങുന്നതിന് മുൻപായിട്ട് സ്ഥിരം ചെയ്യുന്നത് പോലെ അന്നും ശബത്ത് ദിവസം തൻ്റെ വീട്ടിനടുത്തുള്ള നസറത്തിലെ സിനഗോഗിൽ അല്ലെങ്കിൽ പള്ളിയിൽ പോകുന്നു. അവിടെ പോയിട്ട് യേശു ആ പള്ളിയിൽ ചെന്നിട്ട് ഇരിക്കുവാണ്. അവിടെ ചുരുൾ ദൈവത്തിൻ്റെ പുസ്തകം വായിക്കാനുള്ള സമയം വന്നപ്പോൾ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം യേശുവിന് കൊടുത്തു വായിക്കാൻ. യേശു എഴുന്നേറ്റ് ആ പുസ്തകം വിടർത്തി ഈ ഭാഗം വായിച്ചു. ഈ ഭാഗം വായിച്ചതിനെ അവിടെ എഴുതിയിരിക്കുകയാണ്. യെശയ്യാ പ്രവചനം 61 മുതലുള്ള ഭാഗം വായിച്ചത് അവിടെ എഴുതിയിരിക്കുകയാണ്. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കാൻ 18-ാം വാക്യം, കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിക്കാൻ പീഡിതന്മാരെ വിടുവിച്ചയക്കാൻ കർത്താവിൻ്റെ പ്രസാദ വർഷം പ്രസംഗിക്കാൻ എന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു. പുസ്തകം മടക്കി ശുശ്രൂഷക്കാരന് തിരികെ കൊടുത്തിട്ട് ഇരുന്നു. പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണ് യേശുവിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് യേശു പറയാൻ പോകുന്നത്? യേശു അവരോട് പറഞ്ഞു, ഇന്ന് നിങ്ങൾ എൻ്റെ വചനം കേൾക്കയിൽ ഈ തിരുവഴുത്തിന് നിവർത്തി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് തുടങ്ങുകയാണ്. യേശു തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പ് തൻ്റെ ദിവ്യ ദൗത്യം പ്രഖ്യാപിക്കുന്ന യെശയ്യാവിൻ്റെ പുസ്തകത്തിലെ ഒരു വായനയോടെയാണ് ഈ പ്രഖ്യാപിത നയം യേശു പ്രസ്താവിക്കുന്നത്. കാലക്രമേണ ഈ ഭാഗത്തെ യേശു എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് യേശു പ്രഖ്യാപിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം ഇതിൽ എഴുതിയിരിക്കുന്നതാണ് ആ ഭാഗം. അപ്പോൾ അതാണ് യേശു അവിടെ പ്രഖ്യാപിച്ചത്. അപ്പോൾ ഇതിനെ ദൈവശാസ്ത്രജ്ഞന്മാർ പറയുന്നത് നസറത്തിലെ പ്രകടന പത്രികയാണ് എന്നാണ്. നാസറത്ത് മാനിഫെസ്റ്റോ അല്ലെങ്കിൽ നസറത്തിലെ പ്രഖ്യാപിത നയം എന്നാണ്. ഈ ദൗത്യം വെറും ഒരു ചരിത്രപരമല്ല, പരിശുദ്ധാത്മാവിനാൽ ശക്തീകരിക്കപ്പെട്ട
സഭയിലൂടെ ഇന്നും ഇത് തുടരുകയാണ്. ഈ വാക്യങ്ങൾ യേശു വാഗ്ദാനം ചെയ്യുന്ന സമഗ്രമായ രക്ഷയെ വെളിപ്പെടുത്തുകയാണ്. ഈ വാക്യത്തിൽ യേശു എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് ആത്മാവിനെയും ശരീരത്തെയും മനസ്സിനെയും എല്ലാറ്റിനെയും സംബന്ധിക്കുന്നതാണ് ഈ പ്രകടന പത്രിക. അതുകൊണ്ട് ഈ നസ്രത്തിലെ പ്രഖ്യാപിത നയത്തിൽ 5 കാര്യങ്ങളാണ് കാണുന്നത്. ഈ പ്രഭാതത്തിൽ നിങ്ങളോട് ഈ 5 കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞ് പ്രാർത്ഥിക്കാം എന്ന് ഞാൻ കരുതുകയാണ്. എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, വേദപുസ്തകം പറയുന്നു യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. യേശു 2000 വർഷങ്ങൾക്ക് മുൻപ് ഈ പ്രഖ്യാപനം നടത്തി എന്നത് വെറും ഒരു ചരിത്രമാണ്. പക്ഷേ ഈ പ്രഖ്യാപനം വെറും ചരിത്രമല്ല. ഇറ്റ്സ് നോട്ട് മിയർ ഹിസ്റ്റോറിക്കൽ. ഇതെന്നും ദൈവസഭയ്ക്ക് വേണ്ടി, ജനത്തിന് വേണ്ടി, എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു സത്യമാണ്. ഇറ്റ്സ് എ ഡൈനാമിക് ട്രൂത്ത്. ഇറ്റ്സ് നോട്ട് എ മിയർ ഹിസ്റ്റോറിക്കൽ മെസ്സേജ്, റാദർ ഇറ്റ്സ് എ ഡൈനാമിക് ട്രൂത്ത്. ചരിത്രപരമായ ഒരു സന്ദേശം മാത്രമല്ല ഇത്. യേശു അന്ന് പ്രഖ്യാപിച്ചു എന്ന് പറയുന്ന ഒരു ചരിത്രം മാത്രമല്ല. പക്ഷേ ഇന്നും എന്നെയും നിങ്ങളെയും രൂപാന്തരപ്പെടുത്തുന്ന, സൗഖ്യമാക്കുന്ന, ഇന്നും ബന്ധനത്തിലായിരിക്കുന്നവരെ വിടുവിക്കുന്ന കർത്താവിൻ്റെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സത്യമാണിത്. അതുകൊണ്ടാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. അതുകൊണ്ടാണ് കഴിഞ്ഞ 32 വർഷമായിട്ട് ഈ ആശ്രമം ഇവിടെ നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് കഴിഞ്ഞ 42 വർഷത്തിലധികമായിട്ട് GMAയുടെ ശുശ്രൂഷകൾ നടക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന പലർക്കും അറിയാം, ഈ എഴുതിയിരിക്കുന്ന വചനങ്ങൾ നമ്മൾ കണ്ണാലെ കണ്ടതാണ്. ഹല്ലേലൂയ. ആത്മാവിൻ്റെ പ്രവൃത്തി നമ്മൾ കണ്ടതാണ്, നിങ്ങൾ കണ്ടതാണ്, നിങ്ങളുടെ കുടുംബങ്ങളിൽ കണ്ടതാണ്. ഇവിടെ ഇരിക്കുന്ന 100 കണക്കിന് ജനങ്ങളോട് ഓരോരുത്തരോട് ചോദിച്ചാൽ നിങ്ങൾ ഓരോരുത്തരും എഴുന്നേറ്റ് നിന്ന് ആവേശത്തോടെ, മാത്രമല്ല കണ്ണുനീരോടെ, സന്തോഷത്തോടെ, ഒരു ചിലർ തുള്ളിച്ചാടിക്കൊണ്ടുവരെ പറയാൻ സാധ്യതയുണ്ട്, അതെ ഞാനിത് അനുഭവിച്ചതാണ്. സ്തോത്രം. അതുകൊണ്ടാണ് നമ്മൾ ധൈര്യത്തോടെ ഈ വചനം ഇന്നും പ്രസംഗിക്കുന്നത്. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ മിഷണറിമാരുടെ അനുഭവങ്ങൾ അവർ പങ്കുവെച്ചു. വളരെ അതിശയത്തോടെ ഞാൻ കേട്ടുകൊണ്ടിരുന്നു. ചെറിയ ചെറിയ യുവാക്കന്മാർ അവർ ആവേശത്തോടെ അവരുടെ ജീവിതത്തിൽ കാണുന്ന അത്ഭുതങ്ങൾ, കണ്ടുകൊണ്ടിരിക്കുന്ന അത്ഭുതങ്ങൾ, അവർ വ്യാകുലപ്പെട്ട സമയങ്ങളിൽ ദൈവം ഇറങ്ങി വന്ന് ചെയ്യുന്ന അടയാളങ്ങൾ, അവരുടെ മിഷൻ ഫീൽഡുകളിൽ ദൈവം മാർമികമായി മിസ്റ്റീരിയസ് ആയി ചെയ്യുന്ന കാര്യങ്ങൾ അവർ പറയുന്നത് കേട്ടുകൊണ്ടിരുന്നു. പങ്കെടുത്ത എല്ലാവരും കേട്ടതാണ്. എത്ര അത്ഭുതവാനാണ് ദൈവം! ദൈവം മാറാത്തവനാണ്. അതൊരിക്കൽ കൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്നും വിവിധ ഭാരങ്ങളോടോ, വേദനകളോടോ, പ്രശ്നങ്ങളോടോ, അനേകം ചോദ്യങ്ങളോടോ ആണ് നിങ്ങളിവിടെ ഇന്ന് പങ്കെടുക്കുന്നതെങ്കിൽ നിങ്ങളോട് ഞാൻ പിന്നെയും പറയുന്നു, എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ വചനങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയാണ്. ഈ വചനങ്ങൾ നിങ്ങളോട് ദൈവം സംസാരിക്കുന്നതാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞു, ഈ പ്രകടന പത്രികയിൽ 5 കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഒന്നാമത് പറയുന്നു, ദരിദ്രന്മാരോട് സുവിശേഷം പറയാൻ ദൈവം എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഇവിടെ ആത്മരക്ഷ സംഭവിക്കുന്നു. രണ്ടാമത് പറയുന്നു, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ നിറവിനെക്കുറിച്ച് യേശു പറയുന്നു. 3, ബദ്ധന്മാർക്ക് വിടുതൽ, അന്ധന്മാർക്ക് കാഴ്ച കിട്ടുന്നു. ഇവിടെ രോഗശാന്തിയെക്കുറിച്ച് പറയുന്നു. 4, പീഡിതന്മാരെ വിടുവിച്ചയക്കുന്നു. ഇവിടെ വിമോചനം നടക്കുന്നു. സാമൂഹിക വിമോചനം, സോഷ്യൽ ലിബറേഷൻ നടക്കുന്നു. 5, കർത്താവിൻ്റെ പ്രസാദ വർഷം പ്രസംഗിക്കപ്പെടുന്നു. ബീയിങ് പ്രൊക്ലൈംഡ്, എല്ലാവരോടും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ 5 കാര്യങ്ങളാണ് യേശു ചെയ്യാൻ പോകുന്നത് എന്നാണ് കർത്താവ് പ്രസംഗിക്കുന്നത്. ഇതാണ് തൻ്റെ പ്രഖ്യാപിത നയം. നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചുരുക്കത്തിൽ പരിശോധിച്ച്
നമുക്ക് പ്രാർത്ഥിക്കാം. ഒന്നാമത് നോക്കാം, അവിടെ പറയുകയാണ്, ദരിദ്രന്മാരോട് സുവിശേഷം പ്രസംഗിക്കാൻ പിതാവ് എന്നെ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. സുവിശേഷം പ്രസംഗിക്കുക. അപ്പോൾ സുവിശേഷം ആത്മരക്ഷ ഉണ്ടാക്കുന്നതാണ്. യേശുവിൻ്റെ ദൗത്യത്തിലെ ആദ്യത്തെ പ്രവൃത്തി സുവിശേഷം പ്രഖ്യാപിക്കുക എന്നതാണ്. രക്ഷയുടെ സുവിശേഷം. ഇവിടെ ദരിദ്രർ എന്ന് പറയുന്നത് സാമ്പത്തികമായി ദരിദ്രരാണ്, ആത്മീയമായി പാപ്പരായവരെ കുറിച്ചുമാണ്, സാമൂഹികമായി അരികുവൽക്കരിക്കപ്പെട്ടവരെ കുറിച്ചുമാണ്, പാർശ്വവൽക്കരിക്കപ്പെട്ടവർ. ദരിദ്രരോട് സുവിശേഷം അറിയിക്കുക, ഗോസ്പൽ ടു ദ പൂർ എന്ന വലിയൊരു കൺസെപ്റ്റ് എടുത്തുകൊണ്ടാണ് നമ്മൾ ഹഫാം എന്ന പ്രവർത്തനം ആരംഭിച്ച് ആയിരക്കണക്കിന് ജനങ്ങളെ സന്ധാരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നും അത് തുടരുകയാണ്. 2007 നമ്മൾ തുടങ്ങിയതാണ്, ഇന്നും തുടരുകയാണ്. നമ്മൾ കണക്ക് നോക്കിയപ്പോൾ ഏകദേശം 3500ഓളം കുടുംബങ്ങളെയാണ് നമ്മൾ സന്ധാരണം ചെയ്തത്. എത്ര കുടുംബങ്ങളാണ് ആത്മഹത്യയുടെ വക്കിൽ നിന്ന് നമ്മൾ വിടുവിച്ചത്? ഈ ഒറ്റ സെൻറ്റൻസാണ് ദരിദ്രന്മാരോടുള്ള സുവിശേഷം, ഗോസ്പൽ ടു ദ പൂവർ. ഒരു ദിവസം ഒരു നേരം ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാതെ ആരും ഉണ്ടാകരുത് എന്നൊരു വലിയ ദർശനം ദൈവം നമുക്ക് തന്നതാണ്. അതുകൊണ്ട് ഒരു കുടുംബത്തെ ഏറ്റെടുക്കുക എന്ന ദർശനത്തോടെ അത് നമ്മൾ ആരംഭിച്ചതാണ്, ഇന്നും തുടരുകയാണ്. എന്തുകൊണ്ടാണ് ഇന്നും നമ്മൾ ആശുപത്രി രോഗികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്? അത് കണ്ട് പലരും ആവേശത്തിൽ തുടങ്ങി, പലരും നിർത്തിക്കളഞ്ഞു. നമ്മളിന്നും അത് തുടരുകയാണ്. കാരണം നമ്മളത് വെറുതെ പേരിനോ പ്രശസ്തിക്കോ തുടങ്ങിയതല്ല, അത് ഈ വചനാടിസ്ഥാനത്തിൽ തുടങ്ങിയതാണ്. ഈ വചനമാണ് നമുക്ക് തന്ന ഊർജം. ഇന്നും പല കാര്യങ്ങളും പലതും പറഞ്ഞാലും നമ്മൾ പലതും ചെയ്തുകൊണ്ടേയിരിക്കുന്നത് അതിൻ്റെ കാരണം ഇതാണ്. വചനം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്. നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. അതുകൊണ്ട് ഒരു കൂട്ടം പേർ അതിനു വേണ്ടി ചെയ്യാൻ മുമ്പിലേക്ക് വരുന്നു. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ദരിദ്രരോട് സുവിശേഷം അറിയിക്കാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് കർത്താവ് പറയുകയാണ്. ഇവിടെ ദരിദ്രർ എന്നതിൽ സാമ്പത്തിക ദരിദ്രരുണ്ട്. എന്നാൽ അത് മാത്രമല്ല, ആത്മീക പാപ്പരന്മാരുണ്ട്. ആത്മീക പാപ്പരത്വം അനുഭവിക്കുന്നവർ. സാമ്പത്തികമായ എല്ലാം ഉണ്ടായിരിക്കും, പക്ഷേ ശൂന്യതയോടെ ജീവിക്കുന്നവർ, ഒരു സന്തോഷവും തൃപ്തിയും ഇല്ലാത്തവർ. അതുപോലെ സാമൂഹികമായി പാർശ്വവൽക്കരിക്കപ്പെട്ടവർ. റോമർ 10:9 പറയുന്നു, നിങ്ങൾ യേശുവിനെ കർത്താവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റുപറയുമ്പോൾ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നു. ഇതാണ് സുവിശേഷം, ഇതാണ് രക്ഷിക്കുന്നത്. ദരിദ്രന്മാരോട് എന്തിനാണ് സുവിശേഷം അറിയിക്കുന്നത്? അവർ രക്ഷിക്കപ്പെടാനാണ്. രക്ഷ സമ്പാദിക്കുന്നതല്ല, നമ്മൾ നേടിയെടുക്കുന്നതല്ല, അത് കൃപയാൽ നമുക്ക് ലഭിക്കുന്നതാണ്. യേശുവിൻ്റെ രക്ഷാകരമായ സുവിശേഷം പ്രസംഗിക്കപ്പെടുമ്പോൾ അത് കേൾക്കുകയും വിശ്വസിക്കുകയും ജനങ്ങൾ ഏറ്റെടുക്കുകയും അവർ വിശ്വസിക്കുമ്പോൾ ആ വിശ്വാസത്തിലൂടെ രക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. അപ്പം എന്തിനാണ് ദരിദ്രന്മാരോട് സുവിശേഷം പ്രസംഗിക്കുന്നത്? ഒരു സ്ഥലത്ത് കർത്താവ് പറയുന്നു, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗ്ഗരാജ്യം അവർക്കുള്ളത്. ആത്മാവിൽ ദരിദ്രൻ, ഏറ്റവും താഴ്ന്ന അവസ്ഥയിൽ, എല്ലാം ഉണ്ടെങ്കിലും അവൻ ആത്മാവിൽ ദരിദ്രനാണ്. ഈസ് പുവർ ഇൻ സ്പിരിറ്റ്. എല്ലാമുണ്ട്, സമ്പത്തുണ്ട്, സകലവുമുണ്ട്. നമ്മൾ പത്രങ്ങളിലൊക്കെ വായിക്കുന്നു. ഇന്ന് പഴയതുപോലെയല്ല, ഇന്ന് വലിയ ദാരിദ്ര്യം മനുഷ്യർക്കില്ല, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അന്നത്തെ കാലത്ത് ഒരു 10-40 വർഷങ്ങൾക്ക് മുൻപേയുള്ള കാലഘട്ടം പോലെ അല്ല ഇന്ന്. അവസ്ഥകൾക്കൊക്കെ മാറ്റം വന്നിരിക്കുന്നു. നമ്മുടെ നാട്ടിൽ പലരുടെയും ഇടപെടൽ കൊണ്ട്, പ്രത്യേകിച്ച് ഗവൺമെൻറ് ഇടപെടലും മനുഷ്യരുടെ വിദ്യാഭ്യാസത്തിലുള്ള വളർച്ചയും സാമൂഹിക പരിണാമമൊക്കെ കൊണ്ട് വലിയ മാറ്റം സാമ്പത്തിക വിഷയത്തിൽ വികസന പാതയിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല 40-50 വർഷത്തിനൊക്കെ മുമ്പ്. അന്ന് ദരിദ്രന്മാരുടെ ഇടയിൽ സുവിശേഷവുമായി പോയ ഒരുപാട് മിഷണറിമാരുണ്ട്. നമ്മളൊക്കെ ആ കാലത്ത് അങ്ങനെയുള്ളവരുടെ ഇടയിൽ പ്രവർത്തിച്ചവരാണ്. ഇങ്ങോട്ടെന്തെങ്കിലും കിട്ടാനല്ല, അങ്ങോട്ട് കൊടുത്തുകൊണ്ട് പ്രവർത്തിച്ചവരാണ്. പക്ഷെ സുവിശേഷം അവരെ വിടുവിച്ചു, അവരെ രക്ഷിച്ചു, അവർക്ക് പരിണാമമുണ്ടാക്കി, ജീവിതത്തിൽ രൂപാന്തരമുണ്ടായി, സമാധാനം വന്നു.
ആരോഗ്യം ലഭിച്ചു, സൗഖ്യം ലഭിച്ചു, ജോലി ചെയ്ത് ജീവിക്കാനുള്ള പ്രാപ്തി ലഭിച്ചു. അവരുടെ ആകുല ചിന്തകൾ മാറി, ആത്മഹത്യാ ബോധങ്ങൾ മാറി, ജീവിക്കണമെന്നുള്ള ധൈര്യമുണ്ടായി. ഞങ്ങളും മനുഷ്യരാണ് എന്നവർക്ക് ധൈര്യം ലഭിച്ചു. അതാണ് ആത്മരക്ഷ സംഭവിക്കുമ്പോൾ നടക്കുന്നത്. എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, യേശുവിനെ രക്ഷകൻ, യേശു കർത്താവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റുപറയുമ്പോൾ നിങ്ങൾ രക്ഷിക്കപ്പെടും. ഇന്ന് പ്രഭാതത്തിൽ ആ അനുഭവത്തിൽ വരാത്ത ആരെങ്കിലും ഈ ശബ്ദം കേട്ടുകൊണ്ട് ഇന്നിവിടെ ആശ്രമത്തിലുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുകയാണ്. ആ രക്ഷിക്കപ്പെട്ട അനുഭവത്തിൽ എത്താത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ യേശുവിനെ കർത്താവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റുപറയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വളരെ സ്നേഹത്തോടെ നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ്. ഒരിക്കൽ കൂടെ കർത്താവ് നിങ്ങളെ വിളിക്കും. വൺ മോർ ടൈം. കർത്താവ് വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് എൻ്റെ എല്ലാ പ്രസംഗങ്ങളിലും ഞാനിത് പറയാറുണ്ട്. ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഇന്നും വാതിൽ തുറക്കപ്പെട്ടിരിക്കുന്നു. സ്റ്റിൽ ദ ഡോർ ഈസ് ഓപ്പൺ ഫോർ യു. വരിക. ജീവപുസ്തകത്തിൽ പേരെഴുതാൻ ജീവപുസ്തകം അടയ്ക്കപ്പെട്ടിട്ടില്ല, ഇന്നും തുറക്കപ്പെട്ടിരിക്കുന്നു. ഒരവസരവും കൂടെ, ഒരു ദിവസവും കൂടെ, ഒരു നിമിഷവും കൂടെ നിങ്ങൾക്ക് ലഭിക്കുകയാണ്. വൺ മോർ ടൈം ആൻഡ് വൺ മോർ ഓപ്പർച്യൂണിറ്റി ഫോർ യു. അതെ, യേശുവിൻ്റെ പ്രഖ്യാപന നയം ആരംഭിക്കുന്നതാണ്. സുവിശേഷം പ്രസംഗിക്കാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അതെല്ലാവരോടും, പ്രത്യേകിച്ച് ദരിദ്രന്മാരോടും അടിച്ചമർത്തപ്പെട്ടവരോടും ലോകത്തിൽ ആരുമില്ലാത്തവരോടും ആത്മാവിൽ ദരിദ്രരോടും അല്ലാത്തവരോടും ഒക്കെ പ്രസംഗിക്കാൻ. നമ്പർ 2, രണ്ടാമത് എഴുതിയിരിക്കുന്നു, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. യേശു പറയാണ്, ദൈവത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് എൻ്റെ മേലുണ്ട്. യേശു നസറത്തിലെ ഒരു ചെറുപ്പക്കാരനാണ്. അന്ന് ജോസഫിൻ്റെ മകനായിരിക്കുന്നു എന്ന് ആൾക്കാർ പറയുന്നു. മറിയയുടെ മകൻ എന്ന് ചിലർ പറയുന്നു. യേശുവിൻ്റെ സഹോദരങ്ങൾ എവിടെയുണ്ട്? എല്ലാവർക്കും യേശുവിനെ അറിയാം. ആ നസറത്തിലെ ഒരു ചെറുപ്പക്കാരൻ വന്നു നിന്ന് പറയുകയാണ്, കർത്താവിൻ്റെ ആത്മാവിൻ്റെ മേലുണ്ട്, ഞാൻ അഭിഷിക്തനാണ്. അന്ന് അഭിഷിക്തൻ എന്ന് പറഞ്ഞാൽ മെശിഹയാണ് എന്ന അർത്ഥത്തിലാണ്. അപ്പൊ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു, കർത്താവിൻ്റെ ആത്മാവിൻ്റെ മേലുണ്ട്. എന്താണ് യേശു പറയുന്നത്? മനുഷ്യശക്തിയാൽ ഞാൻ ശുശ്രൂഷ ചെയ്യാൻ വന്ന ആളല്ല, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണ് ഞാൻ ശുശ്രൂഷിക്കുന്നത്. യേശുവിൻ്റെ അഭിഷേകത്തെക്കുറിച്ച് വേദപുസ്തകത്തിലുണ്ട്. ഞാൻ പലപ്പോഴും നിങ്ങളോട് പ്രസംഗിച്ചിട്ടുള്ളതാണ്. യേശുവിൻ്റെ അഭിഷേകം ശുശ്രൂഷയുടെയും ക്രിസ്തീയ ജീവിതത്തിൻ്റെയും എല്ലാ വശങ്ങളിലും പരിശുദ്ധാത്മാവിൻ്റെ ആവശ്യകതയെ കാണിക്കുകയാണ്. യേശുവിൻ്റെ ജനനം പരിശുദ്ധാത്മാവിനാലായിരുന്നു, വളർച്ച പരിശുദ്ധാത്മാവിനാലായിരുന്നു. യേശു സ്നാനപ്പെട്ടപ്പോൾ തൻ്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. ആത്മാവിനാൽ യേശു മരുഭൂമിയിലേക്ക് പരീക്ഷിക്കപ്പെടാൻ നടത്തി. അവിടെ നിന്ന് ഇറങ്ങി വന്നു. ആത്മാവോടും ശക്തിയോടും ശുശ്രൂഷ ചെയ്തു. ആത്മാവിൻ്റെ ശക്തിയാൽ ക്രൂശിലേക്ക് നയിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. ആത്മാവിനാൽ ഉയർത്തെഴുന്നേറ്റു. ഇതിനൊക്കെ വചനമുണ്ട്. ഉയർത്തെഴുന്നേറ്റു. അങ്ങനെ യേശുവിൻ്റെ ജനനം മുതൽ ഉയർത്തെഴുന്നേൽപ്പ് വരെയുള്ള യേശുവിൻ്റെ ഈ ഭൂമിയിലെ കാലം പരിശുദ്ധാത്മാവിനാലായിരുന്നു. അതുകൊണ്ട് ഈ പ്രഖ്യാപിത നയത്തിലും യേശു പരിശുദ്ധാത്മാവിന് ഒരു സ്ഥാനം കൊടുക്കുകയാണ്. ക്രിസ്തുകൃപ ആശ്രമത്തിൻ്റെ പ്രത്യേകതകളിൽ ഒന്ന് എന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിന് എല്ലായ്പ്പോഴും സ്ഥായിയായ ഒരു സ്ഥാനം നൽകുകയാണ്. സ്തോത്രം. രക്ഷിക്കപ്പെടണമെന്നും മാനസാന്തരത്തിൻ്റെ ഫലം കാച്ചുകൊണ്ട് ജീവിക്കണമെന്നും അതേസമയം പരിശുദ്ധാത്മ നിറവ് പ്രാപിക്കണമെന്നും നമ്മൾ ആവർത്തിച്ച് പറയുന്നു. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അത് നമ്മളായി പ്രാപിക്കുന്നതല്ല, അത് കൃപയാൽ ദൈവം നമ്മളുടെ മേൽ പകരുന്നതാണെന്നും ഞാൻ പറഞ്ഞു. ഇന്ന് ഒരിക്കൽ കൂടെ അത് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 1:8 വേദപുസ്തകത്തിൽ എന്താണ് പറയുന്നത്? യേശു പറയുന്നു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ യെരൂശലേമിലും യഹൂദിയിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ എൻ്റെ സാക്ഷികളാകും. പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ്. അതുകൊണ്ട് യോഹന്നാൻ സ്നാപകൻ യേശുവിനൊരു പേര് കൊടുത്തു. യോഹന്നാൻ സ്നാപകൻ പറയുകയാണ്, ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു, പക്ഷെ എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നു, അവൻ നിങ്ങളെ ആത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. യേശുവിന് കൊടുക്കുന്ന പേരതാണ്.
the baptizer of the Holy Spirit and fire. The baptizer of the Holy Spirit and fire. ആത്മാവ് കൊണ്ടും തീ കൊണ്ടും അല്ലെങ്കിൽ അഗ്നി കൊണ്ടും അഭിഷേകം ചെയ്യുന്നവൻ. ആ യേശുവിനെയാണ് നിങ്ങൾ സ്വീകരിക്കുന്നത്. ആ യേശുവിനോടാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ആ യേശുവിലാണ് നിങ്ങൾ വിശ്വസിക്കാൻ വന്നിരിക്കുന്നത്. ഇന്ന് ഈ പ്രഭാതത്തിലെ ആശ്രമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണിത്. എന്തിനാണ് പരിശുദ്ധാത്മാവ് വരുന്നത്? സാക്ഷ്യത്തിനും വിവേചനത്തിനും പാപത്തിൻ്റെ മേൽ ജയം തരാൻ ആത്മാവ് നമുക്ക് ശക്തി തരികയാണ്. ധീരവും ഫലപ്രദവുമായ ജീവിതത്തിനായി ദിവസവും ആത്മാവിൻ്റെ പുതിയ നിറവാണ് നമ്മൾ പ്രാപിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, സ്തോത്രം. ഞാൻ നിങ്ങളെ എല്ലാവരെയും പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പ്രാപിക്കാനായിട്ട് പ്രോത്സാഹിപ്പിക്കുകയാണ്. കാണുന്നവരോടൊക്കെ നമുക്ക് ചോദിക്കാം, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 19-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് ചോദ്യമാണിത്. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു? യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാരാണ്. അവർ പറഞ്ഞു പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും കേട്ടിട്ടില്ല. പൗലോസ് അവരുടെ മേൽ കൈവച്ചപ്പോൾ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. ഇന്നും അത് നടക്കുകയാണ്, നടക്കേണ്ടതാണ്. ഇവിടെ വന്നിരിക്കുന്ന നിങ്ങളെല്ലാവരോടും ഞാൻ പറയുന്നു, എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് പറയാം, കർത്താവേ, അവിടുത്തെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ, എൻ്റെ മക്കളെ നിറയ്ക്കണമേ. ഒരു 2-ാം ശനിയാഴ്ച യോഗത്തിൽ ഞാനിവിടെ ഉത്സാഹിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ വളരെ വലുതാക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. പഠിക്കണം, ഉയരത്തിലെത്തണം, വളരണം. പക്ഷെ വളർന്നു കഴിയുമ്പോൾ പല കുഞ്ഞുങ്ങളും പിന്നെ അവർക്ക് ബോധ്യമാമണ്ണം നടക്കുന്നു. നമുക്കിങ്ങനെയും കൂടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. നിറയ്ക്കേണ്ടത് ദൈവമാണ് എന്ന് പറഞ്ഞ് എല്ലാ കുഞ്ഞുങ്ങൾക്കും പരിശുദ്ധാത്മാവിൻ്റെ നിറവ് എന്തുകൊണ്ടുണ്ടാകുന്നില്ല എന്നൊക്കെ നിങ്ങൾ ചോദിച്ചേക്കാം. പക്ഷെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവം പരിശുദ്ധാത്മാവ് നിറയ്ക്കും. നമ്മുടെ തലമുറകളെ ദൈവം സന്ദർശിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളുടെ യുവതലമുറകളെ നിറയ്ക്കണമേ. ആത്മനിറവുള്ള തലമുറയെ അവിടുന്ന് എഴുന്നേൽപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് പറയുകയാണ്, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് എൻ്റെ മേലുണ്ട്. സ്തോത്രം. പിതാവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുകയാണ്. ഇത് കർത്താവിൻ്റെ ഒരു ശുശ്രൂഷയാണ്. ഇന്നും ഈ ശുശ്രൂഷ നമ്മുടെ മേൽ നടക്കും, നിങ്ങളുടെ മേലുണ്ടാകും. പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്കും അത് അനുഭവിക്കാൻ സാധിക്കും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഞാനിപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുക, ഞാനിരിക്കുന്ന സീറ്റിൽ, ഞാനിരിക്കുന്ന ഓഫീസിൽ എന്നെ കാണാൻ ആര് വന്നാലും കുറച്ച് പഴകി കഴിയുമ്പോൾ, കുറച്ച് പരിചയപ്പെട്ട് കഴിയുമ്പോൾ ഞാൻ അവരോട് ചോദിക്കാറുണ്ട്. പ്രത്യേകിച്ച് എന്നെ കാണാൻ വരുന്ന ഒരുപാട് പേര് പാസ്റ്റർമാരും ദൈവവേലയുമായി ബന്ധപ്പെട്ടവരൊക്കെയാണ്. ഞാനൊരു പുസ്തകം അതിനുവേണ്ടി എഴുതിയിട്ടുണ്ട്. വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? അത് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ അവർക്ക് കൊടുക്കാറുണ്ട്, ചോദിക്കാറുണ്ട്, ഡിഡ് യു റിസീവ് ദ ഹോളി സ്പിരിറ്റ് വെൻ യു ബിക്കം എ ബിലീവർ? നിങ്ങൾ വിശ്വാസിയായപ്പോൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? ഈ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ കാണുമ്പോൾ തന്നെ എനിക്കറിയാം, അവരുടെ മുഖം ഇങ്ങനെ വികസിക്കുന്നത് കാണാം. അത് വായിക്കുമ്പോൾ തന്നെ. ഇന്നും ഞാൻ ആൾക്കാരോട് ചോദിക്കാറുണ്ട്, എൻകറേജ് ചെയ്യുന്നു പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പ്രാപിക്കാൻ. ഇവിടെ ഇരിക്കുന്ന നിങ്ങളെയും ഞാൻ ഉത്സാഹിപ്പിക്കുന്നു. നിങ്ങൾ ആരും ആയിക്കൊള്ളട്ടെ, ഏത് സഭ വിശ്വാസിയും ആയിക്കൊള്ളട്ടെ, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സമയമാണിത്. ബൈബിൾ പറയുന്നു, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. യോവേൽ 2:28, അപ്പോസ്തല പ്രവൃത്തികൾ 2:17, യെശയ്യാവ് 28:2, യോഹന്നാൻ 14:16, യോഹന്നാൻ 14:26, യോഹന്നാൻ 16:8 മുതലുള്ള വാക്യത്തിലൊക്കെ പറയുന്നു, അന്ത്യകാലത്ത് ദൈവം തൻ്റെ ആത്മാവിനെ പകരും. യേശു പറയുന്നു, ഞാൻ പോയ ശേഷം ഞാൻ പിതാവിനോട് ചോദിക്കും, വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ മേൽ പകരും. ഇത് പരിശുദ്ധാത്മാവിൻ്റെ സമയം, ഇത് അന്ത്യകാലം. അതുകൊണ്ട് അല്പവും മാറി നിൽക്കാതെ, അല്പവും പരിഹസിക്കാതെ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെ ചെറുതായി കാണാതെ, come on, everyone be filled with the Holy Spirit. ഓരോരുത്തരും ദൈവശക്തിയാൽ നിറയപ്പെടാൻ
കർത്താവ് നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇതാണ് യേശുവിൻ്റെ പ്രഖ്യാപിത നയം. ഇതാണ് യേശുവിൻ്റെ നാസറത്ത് മാനിഫെസ്റ്റോ. നിങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വരട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്കറിയാം പലരുടെയും ഹൃദയത്തിൽ അത് കത്തി ജ്വലിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവരുടെ മേലും പരിശുദ്ധാത്മാവ് വരട്ടെ. പരിശുദ്ധാത്മാവ് അഗ്നിയാണ്, തീ പോലെയാണ്. നിങ്ങൾ ആത്മാവിൽ നിങ്ങളുടെ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് അടുത്ത വീടുകളിലേക്ക് വ്യാപരിക്കാനിടയാകും. നിങ്ങളുടെ ഗ്രാമത്തിലേക്ക് ഇത് വ്യാപരിക്കാനിടയാകും. ഞാൻ മിഷണറിമാരോട് പറയാറുണ്ട്, നിങ്ങൾക്ക് പുറത്തുപോയി പ്രസംഗിക്കാൻ കഴിയുന്നില്ലയോ? തടസ്സങ്ങളാണോ? നിയമ പ്രതികൂലങ്ങളാണോ? കമോൺ, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലിരുന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്, പരിശുദ്ധാത്മാവിന് ശക്തിയുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയുടെ ശക്തി അടുത്ത ഗ്രാമത്തിലേക്ക്, അടുത്ത ഭവനങ്ങളിലേക്ക് വ്യാപിക്കാനിടയാകും. പൗലോസും ശീലാസും പാടി സ്തുതിച്ചപ്പോൾ തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയും വലിയ ഭൂകമ്പം ഉണ്ടാകുകയും തടവിൻ്റെ ചങ്ങല അഴിഞ്ഞു വീഴുകയും അതുപോലെ അവിടുത്തെ വാതിലുകൾ തുറന്നു പോവുകയും ചെയ്തുവെങ്കിൽ, കാരാഗ്രഹ പ്രമാണി മാനസാന്തരപ്പെട്ടെങ്കിൽ, നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് ആത്മാവിൽ പ്രാർത്ഥിച്ചാൽ വലിയ കാര്യങ്ങൾ നടക്കും. അതുകൊണ്ടാണ് ആത്മാഭിഷേകം പ്രാപിക്കണം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ദൈവം യോശുവയോട് പറഞ്ഞു, യോശുവായേ, മോശയോടിരുന്നത് പോലെ ഞാൻ നിന്നോടൊപ്പം ഇരിക്കും. ഒരു മനുഷ്യനും നിന്റെ മുൻപിൽ നിൽക്കുകയില്ല. നീ ആത്മാവിൽ നിറയപ്പെട്ടവനെങ്കിൽ, നീ ആത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ചവളെങ്കിൽ ഒരു മനുഷ്യന് നിന്റെ മുമ്പിൽ നിൽക്കാൻ കഴിയുകയില്ല. ഒരു ആഭിചാര ശക്തികൾക്ക് നിന്റെ അടുക്കൽ വരാൻ കഴിയുകയില്ല. ബൈബിൾ പറയുന്നില്ലേ, നിനക്കെതിരെയുള്ള ഒരു ആയുധവും ഫലിക്കുകയില്ല. ദുഷ്ടന്റെ ചെങ്കോൽ നീതിമാന്റെ അവകാശത്തിന്മേൽ ഇരിക്കുകയില്ല. ദൈവത്തിൻ്റെ വചനമാണിത്. പരിശുദ്ധാത്മാവ് നിന്റെ മേലുണ്ടെങ്കിൽ, യേശു പറയുകയാണ്, അതെ, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ മേലുണ്ട്. ഹല്ലേലൂയ. അത് തരുന്നവനാണ് കർത്താവ്. ഇന്നും നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തീയ ജീവിതം എന്നത് വെറുതെ ഒരു ജീവിതമല്ല, ഒരു മതപരമായ ഒരു കാര്യമല്ല. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ പള്ളിയിൽ പോകുന്നു, ഒരു ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുന്നു. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ ജീവിക്കാം. യു ആർ എ റിലീജിയസ് പേഴ്സൺ. ബട്ട് അത് മാത്രമല്ലെന്നാണ് ഞാൻ പറഞ്ഞത്. അത് മാത്രമല്ല, അതിലപ്പുറമായൊരു ജീവിതമുണ്ട്. ക്രിസ്ത്യൻ ലിവിങ് ക്യാൻ ബി എ സൂപ്പർ നാച്ചുറൽ ലിവിങ്. അതൊരു പ്രകൃത്യാതീത ജീവിതവും കൂടെ ആക്കാൻ പറ്റും പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ. ഹല്ലേലൂയ. ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുകയാണ് ഈ പ്രഭാതത്തിൽ അതിനു വേണ്ടി. നമുക്ക് മുമ്പിലേക്ക് പോകാം. മൂന്നാമതായി നമുക്ക് വായിക്കാം. അവിടെ പറയുന്നു, അന്ധന്മാർക്ക് കാഴ്ച ലഭിക്കുന്നു. മൂന്നാമത്തെ കാര്യം, കുരുടന്മാർക്ക് കാഴ്ചയും. യേശു പറയുക, എന്താണ് അതിൻ്റെ അർത്ഥം? രോഗശാന്തിയെക്കുറിച്ചാണ്. ഹീലിംഗ് ഈസ് നോട്ട് മിയർലി ഫിസിക്കൽ. ഭൗതികമായ രോഗശാന്തി മാത്രമല്ല, ശാരീരികമായി സുഖപ്പെടുത്തുക മാത്രമല്ല. യേശു ആത്മീകമായ കണ്ണുകളും തുറക്കുന്നവനാണ്. ഭൗതിക കണ്ണുകൾ തുറക്കുന്ന കാര്യം മാത്രമല്ല. യേശു അന്ധന്മാർക്ക് കാഴ്ച കൊടുത്തു, പക്ഷെ അതിലുപരി ആത്മീകമായ കണ്ണുകളും തുറക്കുന്നവനാണ്. അന്ധത, അജ്ഞത, നിരാശ, തകർച്ച എന്നിവയൊക്കെ ഇതിനെ പ്രതീകപ്പെടുത്തുകയാണ്. രോഗശാന്തി വെളിച്ചവും സമഗ്രതയും തരുന്നതാണ്. ഭൃത്യമായി നിലവിളിച്ചു, യേശുവേ, ദാവീദ് പുത്രാ, എന്നോട് കരുണയുണ്ടാകണമേ എന്ന് നിലവിളിച്ചു. കുരുടൻ, ഭിക്ഷക്കാരൻ, യെരിഹോ എന്ന സ്ഥലത്ത് വഴിയരികിലിരുന്ന് ഭിക്ഷയാചിക്കുന്നവനാണ്. ആരുമില്ല. യേശു വഴിയെ നടന്നു പോവുകയാണ് വലിയൊരു ജനസമൂഹവുമായിട്ട്. ഒരു ഭിക്ഷക്കാരൻ എന്ന് വിളിക്കുക. ആരോ എന്ന് പറഞ്ഞു, മിണ്ടാതിരിക്കുക, ഗുരുവിനെ അസഹ്യപ്പെടുത്തരുത്, മിണ്ടാതിരിക്കാൻ കൽപ്പിച്ചു. അവൻ മിണ്ടാതിരുന്നില്ല. അവൻ ഏറെ നിലവിളിച്ചു, യേശുവേ, ദാവീദ് പുത്ര, എന്നോട് മനസ്സലിയണമേ, എന്നോട് കരുണ തോന്നണമേ. അവിടെ എഴുതിയിരിക്കുന്നു, യേശു നിന്നു, അവനെ വിളിക്കുക എന്ന് പറഞ്ഞു. അവനെ വിളിച്ചു, കൊണ്ടുവന്നു. ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. എനിക്ക് കാഴ്ച കിട്ടണം എന്ന് പറഞ്ഞു. യേശു അവനെ സൗഖ്യമാക്കി. യേശു ഇന്നും മനസ്സലിയുന്നവനാണ്. എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഭർത്തിമായുടെ നിലവിളി യേശു കേട്ടെങ്കിൽ യേശു നമ്മുടെ നിലവിളി കേൾക്കാതിരിക്കുമോ? സൗഖ്യം തരാതിരിക്കുമോ? എന്തുകൊണ്ടാണ് യേശു രോഗികളെ സൗഖ്യമാക്കുന്നത്? യേശു സൗഖ്യദാതാവായതുകൊണ്ടാണ്. രോഗശാന്തിയുടെ ഉറവിടമായതുകൊണ്ടാണ്. രോഗശാന്തിയിൽ വൈകാരികവും മാനസികവുമായ
പുനഃസ്ഥാപനം നടക്കുകയാണ്. വിശ്വാസത്തോടെ യേശുവിൻ്റെ നാമത്തെ വിളിക്കൂ. വിശ്വാസത്തോടെ കർത്താവിൻ്റെ അടുക്കൽ വരൂ. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ യേശു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്, മാറാത്തവനാണ്. അവിടെ നിന്ന് നിങ്ങളെ സൗഖ്യമാക്കും. വേദപുസ്തകം പറയുന്നു എല്ലാ രോഗത്തെയും സൗഖ്യമാക്കും. പുറപ്പാട് പുസ്തകം 15:26 പറയുന്നു, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. സങ്കീർത്തനം 103:3 പറയുന്നു, യേശു എല്ലാ രോഗങ്ങളെയും, ദൈവം യഹോവ അവൻ്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കും. യിരെമ്യാ 33:6 പറയുന്നു, ഇതാ രോഗശാന്തിയും ആരോഗ്യവും വരുത്തി അവരെ സൗഖ്യമാക്കും, അവരുടെ കുഴികളിൽ നിന്ന് അവരെ വിടുവിക്കും. സങ്കീർത്തനം 107:20 പറയുന്നു, വചനമയച്ചവൻ അവരെ സൗഖ്യമാക്കും. എത്രയെത്ര വചനങ്ങളാണ് ബൈബിളിലുള്ളത് സൗഖ്യം തരുന്ന കർത്താവിനെ കുറിച്ച്. യെശയ്യാവ് 53 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നു, യേശു ക്രിസ്തുവിൻ്റെ അടിപ്പിണരുകളാൽ അവിടെ നമുക്ക് സൗഖ്യം തന്നിരിക്കുന്നു. അടിപ്പിണരുകളാൽ സൗഖ്യം തരുന്നു. 1 പത്രോസ് 2:24, മത്തായി 8:17 പറയുന്നു, അവിടെ നിന്ന് നമ്മളെ സൗഖ്യം തരുന്നു. യേശുവിൻ്റെ അടിപ്പിണരിനാൽ സൗഖ്യം ലഭിക്കും. സഹോദര സഹോദരി, എങ്ങനെയാണ് സൗഖ്യം തരുന്നത്? യേശുവിൻ്റെ അടിപ്പിണരിനാൽ. യേശു വന്ന് നിങ്ങളെ സൗഖ്യമാക്കും. യേശു വന്ന് സൗഖ്യമാക്കും. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. എന്തെല്ലാം രോഗങ്ങളിൽ നിന്നറിയാമോ കർത്താവ് എന്നെ സൗഖ്യമാക്കിയിട്ടുള്ളത്? എന്തെല്ലാം രോഗങ്ങളിൽ നിന്ന്. രോഗം വരുന്നത് പല കാരണങ്ങളുണ്ട്. സാംക്രമിക രോഗങ്ങൾ, പകർച്ചവ്യാധികൾ, ശരിയാണ്, ശാരീരിക ക്ഷീണങ്ങൾ, പ്രതിരോധ ശക്തിയുടെ കുറവ്, ഇങ്ങനെയൊക്കെ രോഗങ്ങൾ വരാം. പക്ഷേ പൈശാചിക ശക്തി കൊണ്ടും രോഗങ്ങൾ വരാം. പൈശാചിക ശക്തികൾ കൊണ്ടും രോഗങ്ങൾ വരാം. എന്നാൽ യേശുവിൻ്റെ നാമത്തിൽ രോഗങ്ങൾക്ക് സൗഖ്യമുണ്ട്. ഞാനത് എൻ്റെ ശരീരത്തിൽ അനുഭവിച്ചിട്ടുണ്ട്. പ്രകൃത്യാതീത രോഗശാന്തി അനേകരുടെ ജീവിതത്തിൽ അനുഭവിച്ചു. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും പറയാൻ കഴിയും. ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേർക്ക് പറയാൻ കഴിയും. എത്രയെത്ര അത്ഭുതങ്ങൾ ഇന്നും കഴിഞ്ഞ 2-ാം ശനിയാഴ്ചയിലും നടന്ന അത്ഭുതങ്ങൾ എനിക്കറിയാം. കഴിഞ്ഞ 2-ാം ശനിയാഴ്ചയിലും ഇന്നും നിങ്ങളെ സൗഖ്യമാക്കും. നിങ്ങളുടെ രോഗങ്ങളെ യേശു അറിയുന്നു. നിങ്ങളുടെ രോഗങ്ങൾ എന്തോ ആയിക്കൊള്ളട്ടെ, എന്തോ മാറാരോഗമാകട്ടെ, കഠിനമായി എത്രയോ വർഷങ്ങളായി നിങ്ങൾ വിശ്വസിച്ചാൽ എത്രയോ വർഷങ്ങളായി നിങ്ങൾ അനുഭവിക്കുന്ന രോഗങ്ങളാകട്ടെ, വൈദ്യനും മരുന്നിനും തരാൻ കഴിയാത്ത സൗഖ്യം കർത്താവിന് തരാൻ സാധിക്കും. സ്തോത്രം. ജിയമായി മിഷണറിമാരുടെ അനുഭവങ്ങൾ കേട്ടു. എത്രയെത്ര അനുഭവങ്ങൾ അവർക്ക് പറയാനുണ്ട്. കഠിനമായ രോഗത്തോടെ എടുത്തുകൊണ്ടൊക്കെ വരുന്ന രോഗികളെ യേശുവിൻ്റെ നാമത്തിൽ എളിയ സഹോദരങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യം നടക്കും. കഴിഞ്ഞ സെക്കൻഡ് സാറ്റർഡേ മീറ്റിങ്ങിൽ എനിക്കറിയാം, നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അറിയാം എത്രയെത്ര പേരെ കർത്താവ് സൗഖ്യമാക്കി. ചിലർ സാക്ഷ്യം പറയുന്നു, ചിലർ വന്ന് എന്നെ കണ്ടു പറയുന്നു എനിക്ക് സുഖം കിട്ടി. ചിലരിവിടെ പള്ളികളിൽ പോയി പറയുന്നു, ചിലരിവിടെ വന്ന് പറയുന്നു. പക്ഷെ പറഞ്ഞാലും ഇല്ലെങ്കിലും ഒന്ന് എനിക്കറിയാം, യേശു സൗഖ്യമാക്കുന്നവനാണ്. യേശു സൗഖ്യമാക്കുന്നവനാണ്, ഇന്നും സൗഖ്യമാക്കുന്നവനാണ്. യേശു ജീവിക്കുന്നത് കൊണ്ട് നമ്മൾ യേശുവിനോട് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് യേശു കേൾക്കുന്നത് കൊണ്ട് യേശു വിടുവിക്കുന്നു. 2-3 പേർ കൂടുന്നിടത്ത് ഞാൻ ഉണ്ടെന്ന് കർത്താവ് പറഞ്ഞു. എന്തുകൊണ്ട് യേശു സൗഖ്യമാക്കുന്നു? കാരണം യേശുവിൻ്റെ പ്രഖ്യാപിത നയത്തിൻ്റെ ഒരു പ്രഖ്യാപനമാണ് ഞാൻ രോഗികളെ സൗഖ്യമാക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇന്നും ആരെങ്കിലും രോഗത്തോടിരിക്കുന്നെങ്കിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങനെ സൗഖ്യമാക്കണമേ, എൻ്റെ രോഗത്തെ മാറ്റണമേ. അങ്ങറിയാതെ തലയിൽ മുടി പോലും കൊഴിഞ്ഞു പോകില്ലെന്ന് എനിക്കറിയാം. എന്നെ വിടുവിക്കണമേ. പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ ശക്തി നിങ്ങളുടെ മേൽ വരും. ഇപ്പോൾ തന്നെ വരും. ഈ നിമിഷം തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവശക്തി നിങ്ങളുടെ മേൽ നടക്കും. നത്തിങ് ഈസ് ഇമ്പോസിബിൾ വിത്ത് അവർ ഗാഡ്. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. എല്ലാ ദിവസവും രോഗികളായി കഷ്ടപ്പെട്ട് രോഗിയായിരിക്കണമെന്ന് ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ മക്കൾ രോഗം അനുഭവിക്കണം നമ്മൾ ആഗ്രഹിക്കാത്തതുപോലെ ദൈവത്തിൻ്റെ മക്കൾ രോഗികളായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. വിടുവിക്കപ്പെടണം, വിടുതൽ ലഭിക്കണം. യേശുവിൻ്റെ നാമത്തിൽ അതുണ്ട്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. നമുക്ക് മുമ്പിലേക്ക് പോകാം. യേശുവിൻ്റെ പ്രഖ്യാപിത നയത്തിൻ്റെ 4-ാമത്തെ കാര്യം എന്താണ്? 4-ാമത് പറയുന്നു, പീഡിതരെ സ്വതന്ത്രരാക്കുക, വിടുവിച്ചയക്കുക. പീഡിപ്പിക്കപ്പെടുന്നവരെ വിടുവിച്ചയക്കുക.
പല കാരണങ്ങളാൽ പീഡിപ്പിക്കപ്പെടുന്നു നമ്മൾ. ആസക്തി, പാപം, ഭയം, പൈശാചിക പീഡനം എന്നിങ്ങനെ അടിമത്വത്തിൽ കഴിയുന്നവരെ മോചിപ്പിക്കാനാണ് യേശു വന്നത്. ചങ്ങലകൾ പൊട്ടിച്ച് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുക എന്നതാണ് യേശുവിൻ്റെ ദൗത്യം. യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായം 36-ാം വാക്യത്തിൽ പറയുന്നു, പുത്രൻ നിങ്ങളെ സ്വതന്ത്രനാക്കിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാണ്. വിടുതൽ, ദൈവരാജ്യം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിൻ്റെ അടയാളമാണ്. ദൈവരാജ്യം നമ്മുടെ ഉള്ളിലേക്ക് വരുന്നതിൻ്റെ അടയാളമാണ് വിടുതൽ. അടിമത്വത്തിൻ്റെ മേഖലകളിലേക്ക് യേശുവിനെ ക്ഷണിക്കുകയും യേശുവിൻ്റെ അധികാരം നമുക്ക് പ്രഖ്യാപിക്കുകയും ചെയ്യാം. നമുക്ക് പറയാം, യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ മേലുള്ള എല്ലാ കെട്ടുകളും അഴിഞ്ഞു പോകട്ടെ. 1 യോഹന്നാൻ 3:8 പറയുന്നു, പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിക്കുവാൻ ദൈവപുത്രൻ പ്രത്യക്ഷനായി. ഒരു തരം കെട്ടുകളും ഒരു തരം ബന്ധനങ്ങളും നമ്മുടെ മേൽ വയ്ക്കാൻ കർത്താവ് ഇഷ്ടപ്പെടുന്നില്ല. യേശു ക്രൂശിൽ മരിച്ചത് അതിനു വേണ്ടിയാണ്. യേശു ക്രൂശിൽ മരിച്ചപ്പോൾ നമ്മുടെ മേലുള്ള കെട്ടുകൾ അഴിക്കപ്പെട്ടതാണ്. അതുകൊണ്ടാണ് യേശുവിൻ്റെ നാമം പറയുമ്പോൾ ഇത്ര വലിയ വിടുതൽ ഇന്ന് നടക്കുന്നത്. എല്ലാ കെട്ടുകളും അഴിയപ്പെടും. പീഡിതന്മാരെ വിടുവിച്ചയക്കുക എന്നത് യേശുവിൻ്റെ പ്രഖ്യാപിത നയമാണ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്ന് പ്രഭാതത്തിലും നിങ്ങളുടെ ജീവിതത്തിൽ അത് നടക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. 5-മതും അവസാനമായും എന്താണ് കർത്താവിൻ്റെ പ്രഖ്യാപിത നയം? കർത്താവിൻ്റെ പ്രസാദ വർഷം പ്രസംഗിക്കുക. എന്താണ് പ്രസാദ വർഷം എന്നറിയാൻ നമ്മൾ കുറച്ച് പഴയ നിയമവും നോക്കിയിട്ട് നമുക്കിന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. യെശയ്യാപ്രവചനം 61-ാം അധ്യായമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, എൻ്റെ 1ഉം 2ഉം വാക്യങ്ങൾ വായിക്കുമ്പോഴാണ് ഈ നസറത്തിലെ സിനഗോഗിലെ യേശുവിൻ്റെ പ്രഖ്യാപിത നയം നമ്മൾ കാണുന്നത്. യേശു അവിടെ പ്രസാദ വർഷം അല്ലെങ്കിൽ ജൂബിലി വർഷത്തെക്കുറിച്ച് പറയുകയാണ്. ലേവ്യ പുസ്തകം 25-ാം അധ്യായത്തിലാണ് ഈ ജൂബിലി വർഷത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. എന്താണ് ജൂബിലി വർഷം? ഇസ്രായേലിൽ ഓരോ 50-ാമത്തെ വർഷവും, അതായത് 49 വർഷം കഴിഞ്ഞിട്ട് 49 ഉണ്ടായത് 7 വർഷങ്ങൾ. 7 വർഷം, 7-ാമത്തെ വർഷം സ്വതന്ത്ര വർഷമാണ്. 6 ദിവസം അധ്വാനിച്ച് 7-ാം ദിവസം സ്വസ്ഥനായിരിക്കണം. ഇതാണ് ഇസ്രായേൽ ജനം അനുവർത്തിച്ചു വരുന്ന ശബത്തിൻ്റെ നിയമം. 6 ദിവസം കഴിഞ്ഞ് 7-ാം ദിവസം സ്വസ്ഥതയാണ്. അതുകൊണ്ട് 7-ാം വർഷം സ്വസ്ഥതയുടെ വർഷമാണ്. 7 വർഷം തികയുന്ന 7-ാം വർഷം, അതായത് 7 × 7 49 വർഷം കഴിഞ്ഞിട്ടുള്ള വർഷം എന്നത് സമ്പൂർണ്ണ സ്വാതന്ത്ര്യത്തിൻ്റെ സ്വസ്ഥതയുടെ വർഷമാണ്. അതുകൊണ്ട് 50-ാം വർഷത്തിൽ ഭൂമി അതിൻ്റെ യഥാർത്ഥ ഉടമകൾക്ക് തിരികെ നൽകി എല്ലാ കടങ്ങളും ക്ഷമിച്ച് അടിമകളെ സ്വതന്ത്രമാക്കുന്ന വർഷമാണ്. ഇസ്രായേലിൽ എല്ലാ അടിമകൾക്കും സ്വാതന്ത്ര്യമാണ് 50-ാമത്തെ വർഷം. ഇതിനെയാണ് ജൂബിലി വർഷം, പ്രസാദ വർഷം എന്ന് യേശു പറയുന്നത്. യേശു പറയുകയാണ്, നിങ്ങൾ വർഷങ്ങളായി 50 വർഷത്തിൽ 50-ാമത്തെ വർഷം മാത്രം ആചരിച്ചുകൊണ്ടിരിക്കുന്ന ആ ജൂബിലി വർഷത്തെ ഞാൻ ഇന്നു മുതൽ എന്നേക്കുമായിട്ട് ഡിക്ലെയർ ചെയ്യുകയാണ്. ഇനി ജൂബിലി വർഷം മാത്രമേ ഉള്ളൂ. സോ യു ആർ ഫ്രീ നൗ. യു ആർ ഫ്രീ ഫ്രം ഓൾ കൈൻഡ്സ് ഓഫ് ബോണ്ടേജസ്. എല്ലാത്തരം കെട്ടുകളിൽ നിന്നും നിങ്ങളെ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാൻ ഞാൻ വന്നിരിക്കുന്നു. അതാണ് ജൂബിലി വർഷം. ഹല്ലേലൂയ. ഇത് ഒരു വർഷത്തേക്ക് വേണ്ടി മാത്രമുള്ള ഒരു സ്വാതന്ത്ര്യമല്ല. എല്ലാത്തരം അടിമകൾക്കും സ്വാതന്ത്ര്യമാണ്. എല്ലാം തിരികെ ലഭിക്കുന്ന വർഷമാണ്. നഷ്ടമായത്, സാത്താൻ എടുത്തുകൊണ്ടുപോയത്, നിന്റെ സമാധാനം എടുത്തുകൊണ്ടുപോയോ, നിന്റെ സന്തോഷം എടുത്തുകൊണ്ടുപോയോ, നിന്റെ കുടുംബ ബന്ധം എടുത്തുകൊണ്ടുപോയോ, എന്താണ് അവൻ നഷ്ടപ്പെടുത്തി പിടിച്ചു വച്ചത്, അതിനെ റിലീസ് ചെയ്യുന്ന വർഷമാണ്. അതിനെ തിരികെ കൊടുക്കുന്ന വർഷമാണ് ജൂബിലി ഇയർ. യേശുവിൽ ഒരു വ്യക്തി വരുമ്പോൾ യേശുവിന് നഷ്ടമായത് ആ വ്യക്തിക്ക് മടക്കി കൊടുക്കാൻ കഴിയും. മടക്കി കൊടുക്കുന്നു. അതുകൊണ്ടാണ് ബൈബിൾ യോവേൽ പ്രവചനത്തിൽ പറയുന്നു, മെശിഹയുടെ ഒരു പ്രവൃത്തിയാണത്. തുള്ളനും വെട്ടുക്കിളിയും
പച്ചപ്പുഴവും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾ ഞാൻ നിങ്ങൾക്ക് മടക്കിത്തരും. ഹല്ലേലൂയ. ആരോഗ്യം നഷ്ടപ്പെട്ടോ? മടക്കിത്തരും. സന്തോഷം നഷ്ടപ്പെട്ടോ? മടക്കിത്തരും. കൂട്ടായ്മ നഷ്ടപ്പെട്ടോ? മടക്കിത്തരും. അതാണ് ജൂബിലി ഇയർ, അതാണ് ജൂബിലി വർഷം. അത് യേശു പ്രഖ്യാപിക്കുകയാണ്. യേശു മടക്കിത്തരാൻ ശക്തനാണ്. ദൈവജനത്തിന് പുനഃസ്ഥാപനത്തിൻ്റെയും വിമോചനത്തിൻ്റെയും പുതുക്കലിൻ്റെയും സമയമാണിത്. സാമ്പത്തികമായും സാമൂഹികമായും ആത്മീയമായും ജൂബിലി വർഷം എല്ലാവർക്കും ഒരു പുതിയ തുടക്കത്തെ പ്രതീകപ്പെടുത്തുകയാണ്. അതിനാൽ കർത്താവിൻ്റെ പ്രസാദ വർഷം പ്രഖ്യാപിക്കാൻ യേശു പറയാൻ, കർത്താവിൻ്റെ പ്രസാദ വർഷം പ്രഖ്യാപിക്കാൻ യേശു വന്നിരിക്കുന്നു. അന്തിമ ജൂബിലി വന്നിരിക്കുന്നുവെന്ന് യേശു പ്രഖ്യാപിക്കുകയാണ്. സാമ്പത്തികമോ സാമൂഹികമോ ആയ അർത്ഥത്തിൽ മാത്രമല്ല, ആത്മീയമായും പ്രാപഞ്ചികവുമായ അർത്ഥത്തിൽ യേശു ഇത് പറയുകയാണ്. ഇത് പറയുമ്പോൾ, കർത്താവിൻ്റെ പ്രസാദ വർഷം പറയുമ്പോൾ, അതൊരു മശഹീയ യുഗം ആരംഭിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ ക്രിസ്തുവിലൂടെ നിറവേറ്റപ്പെടുന്ന സമയമാണിത്. യേശു തന്നെയാണ് ഈ ജൂബിലിയുടെ മൂർത്തിഭാവം. യേശു ആളുകളെ പാപത്തിൽ നിന്ന് സ്വതന്ത്രമാക്കുന്നു. പാപത്തിൻ്റെ കടം യേശു റദ്ദ് ചെയ്യുന്നു. കൊലോസ്യർ 2:14, ലൂക്കോസ് 7:22 പറയുന്നു, ഹൃദയം തകർന്നവരെ അവിടെ നിന്ന് സുഖപ്പെടുത്തുന്നു, അവരുടെ ജീവിതം പുനഃസ്ഥാപിക്കപ്പെടുന്നു. ഇങ്ങനെ ഈ വാക്യം യേശുവിൻ്റെ ശുശ്രൂഷയുടെ ദൈവരാജ്യത്തിൻ്റെ ആഗമനത്തെ സൂചിപ്പിക്കുകയാണ്. മാത്രമല്ല, ഇതിന് ചില ആത്മീയ സൂചനകളുമുണ്ട്. ഇത് ന്യായവിധിയല്ല, കൃപയാണ് സൂചിപ്പിക്കുന്നത്. വിശ്വസിക്കുന്ന എല്ലാവർക്കും ദൈവം തൻ്റെ കരുണയും കൃപയും ദാനമായി നൽകുകയാണ്. അങ്ങനെ പുനഃസ്ഥാപനം വാഗ്ദാനം ചെയ്യുകയാണ്. ദരിദ്രർ, അടിച്ചമർത്തപ്പെട്ടവർ, തടവുകാർ, അന്ധർ എന്നിവർ അക്ഷരാർത്ഥത്തിൽ മാത്രമല്ല ആത്മീയ അവസ്ഥകളിലും ഉൾപ്പെടുകയാണ്. യേശു പറയുകയാണ്, താൻ വന്നത് ആത്മീയ സ്വാതന്ത്ര്യം കൂടെ തരാനാണ്, കാഴ്ച, രോഗശാന്തി എന്നിവ കൊണ്ടുവരാനാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ പ്രസാദം എന്നത് മെസ്സിഹ അല്ലെങ്കിൽ ക്രിസ്തു ഉദ്ഘാടനം ചെയ്ത രക്ഷായുഗത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. ഇവിടെ ശ്രദ്ധിച്ച് നിങ്ങൾ വായിച്ചാൽ മനസ്സിലാകും. യെശയ്യാപ്രവചനം 61-ാം അധ്യായം 2-ാം വാക്യം. ഞാൻ പറഞ്ഞല്ലോ, യെശയ്യാവ് 61 യേശു പറയുന്നത്, വായിക്കുന്നത്. യെശയ്യാവ് 61:2 യഥാർത്ഥത്തിൽ എഴുതിയിരിക്കുന്നത്, രസകരമെന്ന് പറയട്ടെ, നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിനം എന്നും കൂടെ എഴുതിയിട്ടുണ്ട്. എന്നാൽ ആ വാക്യം ആരംഭിക്കുന്നതിന് മുൻപ് യേശു അവിടെ നിർത്തുകയാണ്. ലൂക്കോസ് അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ്. ഈ പ്രതികാര ദിനം യേശു അവിടെ പറയുന്നില്ല. കാരണം ഇത് കാണിക്കുന്നത് യേശുവിൻ്റെ ആദ്യ വരവ് ന്യായവിധിക്ക് വേണ്ടിയുള്ളതല്ലായിരുന്നു, കൃപയുടെ കാലം തുറക്കാനാണ്, കൃപായുഗം തുറക്കുവാനാണ് എന്നാണ്. ന്യായവിധി പിന്നീട് വരും, യേശു രണ്ടാമത് പിന്നെയും വരും. എന്നാൽ ഇവിടെ അവിടെ നിന്ന് ദൈവരാജ്യത്തിൻ്റെ കൃപയാലുള്ള ക്ഷണം എടുത്തു കാണിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, സഭയ്ക്ക്, ദൈവസഭ, കൂട്ടായ്മ, നമ്മുടെ ആശ്രമം എന്ന് തന്നെ പറയാം, ഈ ജൂബിലി ശുശ്രൂഷ ഇന്നും തുടരുകയാണ്. എന്താണ് ഈ ശുശ്രൂഷ? ദൈവത്തിൻ്റെ ക്ഷമ പ്രഖ്യാപിക്കുക, നീതിക്ക് വേണ്ടി പ്രവർത്തിക്കുക, ജീവിതങ്ങൾ, തകർന്നുപോയ ജീവിതങ്ങൾ പുനഃസ്ഥാപിക്കുക എന്ന ഈ ജൂബിലി പ്രക്രിയ, ഈ പ്രസാദ വർഷത്തിൻ്റെ പ്രക്രിയ നമ്മളും കർത്താവിൻ്റെ കൃപയാൽ യേശുവിലൂടെ, യേശുവിൻ്റെ നാമത്തിൽ തുടരുകയാണ്. വിമോചനത്തിൻ്റെയും അനുരഞ്ജനത്തിൻ്റെയും ഒരു സമൂഹമാകാൻ ഇത് നമ്മളെ, ഈ പ്രഖ്യാപിത നയം, യേശുവിൻ്റെ നാസറത്ത് മാനിഫെസ്റ്റോ വെല്ലുവിളിക്കുകയാണ്. പ്രത്യേകിച്ച് ദരിദ്രർക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്നവർക്കും ഇടയിൽ പ്രസംഗിക്കാൻ. പ്രസംഗം, രോഗശാന്തി, സേവനം, ക്ഷമിക്കൽ, അനുരഞ്ജനം, ഇങ്ങനെ എന്നിവയുടെ ഓരോ പ്രവൃത്തിയും കർത്താവിൻ്റെ കൃപയുടെ വർഷം പ്രഖ്യാപിക്കുന്നതിൻ്റെ തുടർച്ചയാണ്. ഞാൻ എൻ്റെ സന്ദേശം അവസാനിപ്പിക്കട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ 2-ാം ശനിയാഴ്ചയിൽ നിങ്ങൾക്ക് വേണ്ടി ഞാനും നിങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കണം. ഇവിടെ ആത്മരക്ഷ നടക്കുന്നുവെന്ന് ഞാൻ പറഞ്ഞു. കർത്താവിൻ്റെ ആത്മാവിൻ്റെ മേലുണ്ട് എന്ന് യേശു പറഞ്ഞത്, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് ഞാൻ പറഞ്ഞു.
ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ രോഗശാന്തിയെക്കുറിച്ച് പറഞ്ഞു. പീഡിതന്മാരെ സ്വതന്ത്രരായി വിട്ടയക്കുക എന്ന് പറഞ്ഞപ്പോൾ എല്ലാ തരത്തിലുള്ള ബന്ധനങ്ങളിൽ നിന്ന് യേശു തരുന്ന മോചനത്തെക്കുറിച്ച് പറഞ്ഞു. കർത്താവിൻ്റെ പ്രസാദ വർഷം പ്രസംഗിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഇന്നും തുടരുന്ന ദൗത്യം, വിമോചനത്തിൻ്റെ ദൗത്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. പരിശുദ്ധാത്മാവിനാൽ ശക്തീകരിക്കപ്പെട്ട രക്ഷയുടെ സ്വീകർത്താക്കളായി ലോകത്തിലെ രോഗശാന്തിയുടെയും വിടുതലിൻ്റെയും പ്രവർത്തകരായി മാറാൻ നമ്മൾ വെല്ലുവിളിക്കപ്പെടുകയാണ്. നാം യേശുവിൻ്റെ അഭിഷേകം വഹിക്കുന്നുണ്ടോ? നാം പൂർണ്ണമായി ഈ സുവിശേഷത്തിൽ ജീവിക്കാൻ തീരുമാനിക്കുന്നുണ്ടോ? നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. കർത്താവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ അത്ഭുതകരമായ ഈ നാസറത്ത് മാനിഫെസ്റ്റോ, നസറത്തിലെ ഈ പ്രഖ്യാപിത നയം ഞങ്ങൾ മനസ്സിലാക്കുകയാണ്. അതിൻ്റെ മുൻപിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുകയാൽ അവൻ്റെ ആത്മാവിൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതൽ, കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിക്കാൻ, പീഡിതന്മാരെ വിടുവിച്ചയക്കാൻ, കർത്താവിൻ്റെ പ്രസാദ വർഷം പ്രസംഗിക്കാൻ കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മുടെ രക്ഷയെ ഏറ്റുപറയാം. എല്ലാവർക്കും പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടയ്ക്കാം. ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ രക്ഷയെ നമുക്ക് ഏറ്റുപറയാം. നമുക്ക് പറയാം, കർത്താവേ, അവിടെ നിന്ന് രക്ഷിക്കണമേ. യേശു കർത്താവെന്ന് വിശ്വസിച്ച് വായ കൊണ്ട് ഏറ്റുപറയുമ്പോൾ നാം രക്ഷിക്കപ്പെടും എന്ന് ബൈബിൾ പറയുന്നു. കർത്താവേ, അങ്ങൻ്റെ കർത്താവാണ്, ഞാൻ വിശ്വസിക്കുന്നു, ഏറ്റുപറയുന്നു എന്ന് നമുക്ക് പറയാം. പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി നമുക്ക് കീഴടങ്ങി കൊടുക്കാം. ആത്മാവിൻ്റെ നിറവിനാൽ എന്നെ നിറയ്ക്കണമേ എന്ന് നമുക്ക് പറയാം. വിശ്വാസത്തിൽ കർത്താവിൻ്റെ കൃപയിൽ വിശ്വസിക്കാൻ എനിക്ക് കൃപ തരണമേ എന്ന് നമുക്ക് പറയാം. വിശ്വാസത്താൽ രോഗശാന്തി അനുഭവിക്കാൻ എനിക്ക് കൃപ തരണമേ എന്ന് സമർപ്പിക്കാം. യേശുവിൻ്റെ ശക്തിയെ നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ സാഹചര്യങ്ങളിലേക്ക്, നമ്മുടെ ഭവനത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. എല്ലാവരും പ്രാർത്ഥിക്കാം. നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് എന്താണോ നിങ്ങളുടെ വിഷയങ്ങൾ, എന്താണോ നിങ്ങളുടെ പ്രശ്നം, എന്തിനാണ് നിങ്ങൾ ഇന്നിവിടെ വന്നത്, ദൈവം അറിയുന്നു. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. നിങ്ങളുടെ ആവശ്യങ്ങൾ കർത്താവ് അറിയുന്നു. പറയാം, കർത്താവ്, എൻ്റെ ഉള്ളിലേക്ക് അങ്ങ് വരണമേ, എൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തണമേ, എന്നെ സഹായിക്കണമേ, എന്നെ ശക്തീകരിക്കണം, എന്നെ സൗഖ്യമാക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുത്തെ കരം എൻ്റെ മേൽ വയ്ക്കണമേ. ഹല്ലേലൂയ. തൊട്ട് വിടുവിക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. കർത്താവേ, സ്തോത്രം, 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 സ്തോത്രം. എല്ലാവരും ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചാട്ട്. യേശുവേ, അങ്ങ് എൻ്റെ കർത്താവാകുന്നു, എൻ്റെ കർത്താവാകുന്നു. ഞാൻ അങ്ങ് കർത്താവ് രക്ഷിതാവുമായി സ്വീകരിക്കുന്നു. എൻ്റെ ജീവിതത്തിലെ എല്ലാ കുറവുകളെയും അവിടെ നിന്ന് ക്ഷമിക്കണമേ. എൻ്റെ പാപങ്ങളെ ക്ഷമിക്കണമേ. എൻ്റെ അവിശ്വാസങ്ങളെ ക്ഷമിക്കണമേ. കർത്താവേ, അവിടുത്തെ പ്രഖ്യാപിത നയത്തിലൂടെ നസറത്തിൽ മുഴങ്ങിക്കേട്ട യേശുവിൻ്റെ പ്രഖ്യാപിത നയത്തിലൂടെ ഞാൻ എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുകയാണ്. ഇന്നത്തെ പ്രഭാതത്തിൽ സൗഖ്യമാക്കാൻ, വിടുവിക്കാൻ കാരണമാക്കി തീർക്കണമേ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പിതാവേ നന്ദി, പിതാവേ സ്തോത്രം, 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 സ്തോത്രം. ശക്തമായി പ്രാർത്ഥിക്കാം, ശക്തമായി പ്രാർത്ഥിക്കാം. സ്നേഹവാനായ സ്വർഗീയ കർത്താവായ ദൈവമേ, ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇപ്പോൾ ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ മക്കളെ അങ്ങയുടെ അത്ഭുത കരങ്ങളിലേക്ക് അടിയൻ തരുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വിവിധ ഭാരങ്ങളോടെ, വിഷമങ്ങളോടെ, പ്രാർത്ഥനാ വിഷയങ്ങളോടെ ഇന്നിവിടെ കടന്നു വന്നു. കർത്താവേ, യേശുപ്പാ, ഇന്ന് വന്നത് അവർക്കൊരു വലിയ അനുഗ്രഹത്തിന് കാരണമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കേട്ടതുപോലെ രക്ഷയും രോഗശാന്തിയും പരിശുദ്ധാത്മാവിൻ്റെ നിറവും പിശാചിൻ കെട്ടുകളിൽ നിന്നുള്ള വിടുതലും ന്യായവിധിയിൽ നിന്നുള്ള വിടുതലും ഒക്കെ അവിടെ നിന്ന് തരുന്നല്ലോ കർത്താവേ. അത് ഞങ്ങൾ ഓരോരുത്തരും അനുഭവിക്കേണ്ടതിന് ദൈവത്തിൻ്റെ വലിയ ശക്തി ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മക്കളുടെ മേൽ വീഴട്ടെ, വീഴട്ടെ പച്ച, ഓരോരുത്തരുടെ മേലും വീഴട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ ശക്തി എല്ലാവരുടെ മേലും ഐക്യമാറാകണമെന്ന് വിനയമായിട്ട് അടിയങ്ങൾ അപേക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. തകർന്ന ഹൃദയങ്ങളെ മുറിവ് കെട്ടണമേ. ആശ്വാസമില്ലാത്തവർക്ക് ആശ്വാസം നൽകണമേ.
സൗഖ്യമില്ലാത്തവർക്ക് സൗഖ്യം നൽകണമേ. ഇന്ന് വന്ന ഓരോരുത്തരെയും തൊട്ട് വിടുവിക്കണമേ കർത്താവേ. രോഗമുള്ള ഭാഗങ്ങളിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരെയും സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എണ്ണയോ വെള്ളമോ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുന്നവരുടെ മേൽ അതവർക്കൊരു അത്ഭുത വിഷയമായി അനുഗ്രഹത്തിന് കാരണമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രത്യേകിച്ച് വിവിധങ്ങളായ രോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ആ രോഗമുള്ള ഭാഗങ്ങളിൽ അവരുടെ കരങ്ങൾ വെച്ച് അവരെ സൗഖ്യം പ്രാപിക്കാൻ ദൈവം അവരെ സഹായിക്കണം. അവരുടെ മക്കളെ അനുഗ്രഹിക്കണമേ, കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. സാമ്പത്തിക ക്ലേശങ്ങളിരിക്കുന്നവരുടെ സാമ്പത്തിക ക്ലേശങ്ങളിൽ നിന്ന് അവരെ വിടുവിക്കണമേ. കർത്താവെ, കടഭാരത്തോടെ പ്രാർത്ഥിക്കുന്നവരുടെ കടഭാരങ്ങൾക്കൊരു വിടുതൽ അവിടെ നിന്ന് കൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ പലവിധമായ ചോദ്യങ്ങളോടെ ഇന്ന് വന്നവരുണ്ട്. അവരുടെ ചോദ്യങ്ങൾക്ക് അവിടുന്ന് തന്നെ മറുപടി കൊടുത്ത് അയക്കുമാറാകണമേ എന്ന് അപേക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അത്ഭുതം ദൈവം പ്രവർത്തിക്കണമേ. തടസ്സങ്ങളെല്ലാം മാറ്റണമേ. അയൽക്കാരിൽ നിന്നുള്ള പ്രതികൂലങ്ങളെ മാറ്റിക്കൊടുക്കണമേ. ദൈവത്തിൻ്റെ വലിയ സമാധാനം അവർക്ക് നൽകണമേ. സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനത്താൽ അങ്ങയുടെ മക്കളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് ഞങ്ങളെല്ലാവരെയും നിറയ്ക്കണമേ കർത്താവേ. നിറയ്ക്കണമേ, 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 നിറയ്ക്കണമേ. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തുതിക്കുന്നു കർത്താവേ. ഇന്ന് വന്നവർ ആരും നിരാശയോടെ മടങ്ങിപ്പോരുതെന്ന് പ്രാർത്ഥിക്കുന്നു. സമാധാനത്തോടെ ഞങ്ങളുടെ മക്കൾ ഇന്ന് മടങ്ങിപ്പോകാൻ സഹായിക്കണമേ. തുടർന്ന് നടക്കുന്ന പ്രാർത്ഥനയെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥിക്കുമ്പോൾ വലിയ വിടുതൽ നടക്കണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ.